ഓം ശാന്തി. 28/8/2022. മുരളിയുടെ റിവൈസ് ഡേറ്റ് ആണ് 16/3/1992. होली मनाना अर्थात दृढ़ संकल्प की अग्नि में कमजोरियों को जलाना और मिलन की मौज मनाना. ഹോളി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ദൃഢസങ്കല്പത്തിന്റെ അഗ്നിയിൽ ദൗർബല്യങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുക. കൂടിക്കാഴ്ചയുടെ ബാബയുമായുള്ള മിലനത്തിന്റെ ആനന്ദം ആഘോഷിക്കുക. ആജ് റുഹാനി ബഗീച്ചെ കെ മാലിക് ബാപ്ദാദ ഡബിൾ ബഗീച്ച ദേഖ് രഹേ. ഇന്ന് ആത്മീയ പൂന്തോട്ടത്തിന്റെ അധികാരിയായ ബാപ്ദാദ ഡബിൾ പൂന്തോട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആജ് സ്റ്റേജ് പർ ബഹുത് സുന്ദർ ബഗീച്ച സജായ ഹുവാ. ഇന്ന് സ്റ്റേജില് വളരെ സുന്ദരമായ പൂന്തോട്ടം അലങ്കരിച്ചിട്ടുണ്ട്, പൂന്തോട്ടം നിർമ്മിച്ച് അലങ്കരിച്ചിട്ടുണ്ട്. तो एक तरफ है प्रकृति की सुंदरता, दूसरे तरफ है रूहानी रूहे गुलाब बगीचों की शोभ. അപ്പോ ശരിക്കും അന്നത്തെ സ്റ്റേജില് വളരെ സുന്ദരമായ ഒരു പൂന്തോട്ടം അല്ലെ നിർമ്മിച്ച് ആ പൂന്തോട്ടമായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അതിലേക്കാണ് ബാബയെ ഹോളിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോ ബാബ പറഞ്ഞു, ആത്മീയ പൂന്തോട്ടത്തിന്റെ യജമാനൻ യജമാനനായ ബാപ്ദാദ തന്റെ ഡബിൾ പൂന്തോട്ടത്തിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡബിൾ പൂന്തോട്ടം എന്ന് ഇവിടെ ബാബ പറയുന്നത് ഓൾറെഡി സ്റ്റേജ് പൂന്തോട്ടം പോലെയാണ് അലങ്കരിച്ചിരിക്കുന്നത്. പിന്നെ ബാബയുടെ കുട്ടികള് ബാബയുടെ പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളാണ്. तो एक तरफ है प्रकृति की सुंदरता, दूसरे तरफ है रूहानी रूहे गुलाब बगीचे की शोभा. ड्रामा में आदिकाल सतयुग में प्रकृति की सदो प्रधानता सुंदरता अब मास्टर आदि देव आदि श्रेष्ठ आत्माओं की को ही प्राप्त होती है. तो ബാബ പറയാണ്, ഒരു ഭാഗത്ത് പ്രകൃതിയുടെ സുന്ദരത, മറുഭാഗത്ത് ആത്മീയ റോസാ പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിന്റെ ശോഭ അല്ലെ. ആത്മീയ റോസാ പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിന്റെ ശോഭ ഒരു ഭാഗത്ത്, പ്രകൃതിയുടെ സുന്ദരത. ड्रामा में आदिकाल सत्ययुग में प्रकृति की सदो प्रधान सुंदरता आप मास्टर आदि देव आदि श्रेष्ठ ആത്മാവും को ही प्राप्त होगी. ബാബ പറയാണ്, ഈ ഡ്രാമയില് ആദികാലത്തിൽ സത്യയുഗത്തിൽ പ്രകൃതിയുടെ സദോ പ്രധാനത സുന്ദരത നിങ്ങൾ മാസ്റ്റർ ആദി ദേവനായിരിക്കുന്ന ആദി ശ്രേഷ്ഠ ആത്മാക്കൾക്ക് മാത്രമാണ് പ്രാപ്തമാകുന്നത്. ഇപ്പൊ ബാബ എന്താ പറഞ്ഞേ, ഒരു ഭാഗത്ത് പ്രകൃതിയുടെ സുന്ദരതയാണ് അല്ലെ, പൂന്തോട്ടം എന്ന് പറയുമ്പോൾ എന്താണ് പ്രകൃതിയുടെ സുന്ദരത, മറുഭാഗത്ത് ആത്മീയ പനിനീർ പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിന്റെ ശോഭ. രാമയുടെ ആദികാലമായ സത്യയുഗത്തില് പ്രകൃതിയുടെ സദോ പ്രധാനത സുന്ദരത എങ്ങനെയായിരിക്കും? ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കേരളത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ അല്ലെ, കേരളത്തിന്റെ ഓരോ ഭാഗത്തിന്റെയും സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യം വ്യത്യസ്തമാണ്. ആലപ്പുഴയുടെ സൗന്ദര്യം വേറെയാണ്, മൂന്നാറിന്റെ സൗന്ദര്യം വേറെയാണ് അല്ലെ, വാഗമന്റെ സൗന്ദര്യം വേറെയാണ്. അങ്ങനെ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളും നമ്മള് അല്ലെ, തിരുവനന്തപുരം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം വ്യത്യസ്തമായ സൗന്ദര്യമുള്ള സ്ഥാനങ്ങളാണ്. അന്തിമകാലത്ത് പോലും പ്രകൃതിക്ക് ഇവിടെ ഇത്രയും സൗന്ദര്യം ഉണ്ടെങ്കിൽ സത്യയുഗത്തിന്റെ സൃഷ്ടിയുടെ ആദ്യകാലത്തിലെ പ്രകൃതി അല്ലെ എത്ര സുന്ദരമായിരിക്കുന്നു നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോ ബാബയെ ഒരു പൂന്തോട്ടത്തിൽ വിളിച്ചത് കൊണ്ടാണ് ബാബ അല്ലെ ആ പ്രകൃതിയെ സംബന്ധിച്ചാണ് ബാബ മുരളി തുടങ്ങുന്നത് തന്നെ. ഇപ്പൊ ഡ്രാമയില് ആദ്യകാലത്തിൽ സത്യയുഗത്തിൽ പ്രകൃതി സദോ പ്രധാനമായിരുന്നു അല്ലെ, സദോ പ്രധാനതയുടെ സുന്ദരത ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ കുട്ടികള് ആരാണ്? മാസ്റ്റർ ആദി ദേവന്മാരായ കുട്ടികൾ അല്ലെ, ആദി ശ്രേഷ്ഠ ആത്മാക്കളായ നിങ്ങൾ കുട്ടികൾക്കാണ് സത്യയുഗത്തിന്റെ ആ പ്രകൃതിയുടെ സദോപ്രധാനമായ സുന്ദരത പ്രാപ്തമാകുന്നത്. ആർക്ക് മാത്രമാണ്? മാസ്റ്റർ ആദിദേവന്മാരായ അല്ലെ ശ്രേഷ്ഠ
അല്ലെ ആദിയിലെ ശ്രേഷ്ഠ ആത്മാക്കളായ നിങ്ങൾക്ക് മാത്രമാണ് പ്രാപ്തമാകുന്നത്. ഈ സമയം അന്തിം കാൽമേ പ്രകൃതി കി സുന്ദരത ദേഖ് രഹേ. ഈ സമയത്തും അന്തിമ കാലത്തിലും നമ്മൾ പ്രകൃതിയുടെ സുന്ദരത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ ആദികാൽ ഓർ അന്തിം കാലമേ ഇतना അന്തർ ഹി. പക്ഷെ ആദികാലത്തിനും അന്തിമ കാലത്തിനും എത്ര അന്തരമാണുള്ളത്. ആപ്കെ സത്യുഗി രാജ്യമേ പ്രകൃതി കാ സ്വരൂപ് കിतना ശ്രേഷ്ഠ സദോ പ്രധാൻ സുന്ദർ ഹോഗ. അല്ലെ, നമ്മുടെ സത്യുഗി രാജ്യത്തിൽ പ്രകൃതിയുടെ സ്വരൂപം എത്ര ശ്രേഷ്ഠവും സദോ പ്രധാനവും സുന്ദരവുമായിരിക്കും. അപ്പൊ ബാബ പറയാണ്, നമ്മുടെ ആദികാലത്തിൽ അല്ലെ, സത്യയുഗത്തിൽ അല്ലെ എത്ര സുന്ദരമായിരിക്കും പ്രകൃതി. അല്ലെ, ഈ അന്തിമ കാലത്തിലും പ്രകൃതിയുടെ സുന്ദരത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദികാലവും അന്തിമ കാലവും തമ്മില് എത്രമാത്രം അന്തരമാണുള്ളത്. അല്ലെ, ആദികാലത്തിന്റെ ആ സുന്ദരത എന്ന് പറയുന്നത് അത്രയും സദോപ്രധാനമായ സുന്ദരതയായിരിക്കും. അപ്പൊ അന്തിമ കാലത്തിലും പ്രകൃതിക്ക് സൗന്ദര്യം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ രണ്ടും തമ്മില് എത്രമാത്രം അന്തരം ഉണ്ടായിരിക്കുന്ന ചിന്തിച്ചു നോക്കൂ. ആപ്കെ സത്യുഗി രാജ്യമേ പ്രകൃതി കാ സ്വരൂപ് കിतना ശ്രേഷ്ഠ സദോ പ്രധാൻ സുന്ദർ ഹോഗ. അല്ലെ, നമ്മുടെ സത്യുഗി രാജ്യത്തിൽ പ്രകൃതിയുടെ സ്വരൂപം എത്ര ശ്രേഷ്ഠവും സുന്ദരവുമായിരിക്കും. വഹാ കെ ബഗീച്ചെ ഓർ യഹാ കെ ബഗീച്ചെ മേ കിतना അന്തർ ഹോഗ. സത്യുഗത്തിലെ പൂന്തോട്ടത്തിനും അല്ലെ ഇവിടത്തെ പൂന്തോട്ടത്തിനും അവിടെയുള്ള പുഷ്പങ്ങൾക്കും ഇവിടെയുള്ള പുഷ്പങ്ങൾക്കും ഒക്കെ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നല്ല നമ്മൾ ഊട്ടിയിലൊക്കെ പോയാൽ കാണുന്നില്ലേ, വളരെ കളർഫുൾ ആയിട്ടുള്ള അല്ലെ, പ്രകൃതി തന്റെ ചായങ്ങൾ കൊടുത്ത് നിർമ്മിച്ച, നിറക്കൂട്ടുകൾ കൊടുത്ത് നിർമ്മിച്ച സുന്ദരമായ പുഷ്പങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അല്ലെ, ഇലകൾക്കും അല്ലെ അതുപോലെ തന്നെ പുഷ്പങ്ങൾക്കും ഒക്കെ അതിന്റെ സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഡിസൈനിങ്ങിലൊക്കെയാണല്ലോ അല്ലെ, ചില ഇലകളൊക്കെ എന്തൊരു ഡിസൈനിങ് ആണ്. അതേപോലെ പുഷ്പങ്ങളും വളരെ ഡിസൈനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ എത്ര ഭംഗിയാണ്. പക്ഷെ അതിനൊക്കെ ചിലപ്പോൾ നല്ല സൗരഭ്യം ഉണ്ടാകണമെന്നില്ല. ആ പുഷ്പങ്ങളെല്ലാം സുഗന്ധവാഹിനികളായിരിക്കണമെന്നില്ല അല്ലെ. പക്ഷെ സത്യത്തിന്റെ പ്രകൃതി സൗന്ദര്യവും ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും തമ്മിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രയും അന്തരമുണ്ടായിരിക്കും. ഓ റിയൽ ഖുഷ്ബു അനുഭവ് കി ഹെ. ബാബ ചോദിക്കാണ്, ആ പുഷ്പങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള സുഗന്ധം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഫിർബി പ്രകൃതി പതി ആപ്പ് ശ്രേഷ്ഠ ആത്മായഹി. ബാബ പറയാണ്, അതുകൊണ്ട് സത്യയുഗത്തിലെ ആ ശ്രേഷ്ഠ സദോപ്രധാനമായിട്ട് പ്രകൃതി സൗന്ദര്യത്തില് അല്ലെ അവിടുത്തെ പുഷ്പങ്ങൾക്ക് പോലും അത്രയ്ക്ക് സുഗന്ധമാണ് അല്ലെ. അതുകൊണ്ട് എന്താണ് ഇപ്പോ നമ്മള് എയർ ഫ്രഷ്നർ ഒക്കെ ഉപയോഗിക്കും അല്ലെ, സ്പ്രേ ഉപയോഗിക്കും. അതിന്റെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. കാരണം എന്താ, ഈ പുഷ്പങ്ങളുടെ സൗരഭ്യം അല്ലെ, നാച്ചുറൽ ആയിട്ടുള്ള ആ സൗരഭ്യം എന്താണ്, ഈ കാറ്റിൽ എപ്പോഴും മന്ദമാരുതന്റെ കുളിർ തന്നലിൽ അതിങ്ങനെ ഒഴുകി നടക്കും, നമ്മുടെ കൊട്ടാരത്തിനുള്ളിലും പുറത്തും എല്ലാം. അതുകൊണ്ട് എപ്പോഴും അവിടെ സുഗന്ധപൂരിതമായിരിക്കും. അവിടെ ഈ ചന്ദനത്തിരി, ആർട്ടിഫിഷ്യൽ ചന്ദനത്തിരി ഒന്നും കത്തിച്ചേക്കേണ്ട കാര്യമില്ല. നാച്ചുറൽ ആയിട്ട് എന്താണ്, ഭയങ്കര സുഗന്ധമായിരിക്കും അല്ലേ. അപ്പൊ പ്രകൃതി തന്നെ വളരെ സുഗന്ധവാഹിനിയാണ്. അതേപോലെ ബാബ പറയും, നമ്മുടെ ശരീരവും സുഗന്ധം നിറഞ്ഞതായിരിക്കും അവിടെ അല്ലെ. അവിടെ നമ്മൾ കുളിക്കുമ്പോ പോലും എന്താണ്, അവിടുത്തെ വെള്ളം മെഡിസിനൽ വാട്ടർ ആണ്. കണ്ണുനീര് പോലെ തെളിഞ്ഞ വെള്ളമായിരിക്കും അവിടുത്തെ അല്ലെ, മെഡിസിനൽ വാട്ടർ ആയിരിക്കും. ആ വെള്ളത്തിൽ നമ്മൾ ജസ്റ്റ് മുങ്ങി കുളിക്കേണ്ട കാര്യമുള്ളൂ, അല്ലാതെ സോപ്പും ഇതൊന്നും നമ്മൾ തേക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ മനുഷ്യന്റെ ശരീരത്തിൽ എന്താണ്, വിയർപ്പും ദുർഗന്ധവും ഒക്കെ ഉണ്ടായിരിക്കും. കാരണം ഇവിടെയുള്ള മനുഷ്യർക്ക് പവിത്രതയില്ല അല്ലെ. ബാബ പറയാണ്, പക്ഷെ അവിടെ എങ്ങനെയാണ് അല്ലെ, അത്രയും പവിത്രമായ സദോപ്രധാനമായ ആത്മാക്കൾക്ക് സദോപ്രധാനമായ പ്രകൃതിയിൽ നിന്ന് ലഭിച്ച ശരീരം എന്ന് പറയുമ്പോൾ ആ ശരീരം പോലും വളരെ എങ്ങനെയുള്ളതായിരിക്കും അല്ലെ, വളരെ സുഗന്ധം നിറഞ്ഞതായിരിക്കും. പുഷ്പങ്ങൾക്ക് മാത്രമല്ല ആ സുഗന്ധം ഉണ്ടാവുക, നമ്മുടെ ശരീരത്തിന് പോലും സുഗന്ധമാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ശരീരത്തിന്റെ ദുർഗന്ധം ഉണ്ടാകുന്നത് അല്ലെ? അതുകൊണ്ട് നല്ല വാസനയുള്ള സോപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് കുളിക്കുകയാണ്. അപ്പൊ അവിടെ അല്ലെ, അവിടെ സമ്പൂർണ്ണ പവിത്രമായ ആത്മാവ്, ഇവിടെ പതിതമായ ആത്മാവിന്റെ പതിതമായ ശരീരം, അതാണ് വ്യത്യാസം. तो ये रियल खुशबू अनुभव की है ना,
फिर भी പ്രകൃതി പതി ആപ് ശ്രേഷ്ഠാത്മായി. അപ്പൊ ബാബ പറയാണ്, കുട്ടികളെ, പ്രകൃതി പതി നിങ്ങൾ ശ്രേഷ്ഠാത്മാക്കളാണ്. പ്രകൃതി പതി ഹോ, ഇസ് പ്രകൃതിക്ക് ഖേൽക്കോ ദേഖ് ഹർഷിത് ഹോത്തെ ഹോ. അല്ലെ, പ്രകൃതി പതികളായ നിങ്ങൾ പ്രകൃതിയുടെ കളി കണ്ടിട്ട് അല്ലെ സന്തോഷിക്കുന്നുണ്ടോ? ഇതെല്ലാം പ്രകൃതിയുടെ വികൃതികളാണ് അല്ലെ. ആ പ്രകൃതിയുടെ കളി കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ? ചാഹേ പ്രകൃതി ഹൽച്ചൽ കരേ, ചാഹേ പ്രകൃതി സുന്ദർ ഖേൽ ദിക്കായി. ഇനി പ്രകൃതി ഉലച്ചിലുണ്ടാക്കിയാലും, പ്രകൃതി അല്ലെ ഉലച്ചിലുണ്ടാക്കിയാലും, പ്രകൃതി സുന്ദരമായിട്ടുള്ള കളി കാണിച്ചു തന്നാലും, ദോനോ പ്രകൃതി പതി ആത്മായെ സാക്ഷി ഹോ ഖേൽ ദേഖ്തേ ഹൈ. പക്ഷെ പ്രകൃതി പതിയായിട്ടുള്ള ആത്മാക്കള് സാക്ഷിയായിട്ടാണ് ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി പതികളായ ആത്മാക്കൾ സാക്ഷിയായിട്ട് ഈ കളി കണ്ടുകൊണ്ടിരിക്കുക. പ്രകൃതി സുന്ദരമായിട്ടുള്ള കളികൾ രചിക്കുന്നു, പ്രകൃതി ചിലപ്പോൾ ഉലച്ചിലുണ്ടാക്കുന്നു. പക്ഷെ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് ബാബ പറയുന്നത്? പ്രകൃതി പതികളായ ആത്മാക്കളാണ് നമ്മൾ ഈ നാടകത്തെ വളരെ സാക്ഷിയായിട്ട് നോക്കിക്കാണണം. കേൽമേ മജ ലേത്തെ ഹി ഗബരാത്തെ നഹി. കളിയില് നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? വളരെ ആനന്ദം അനുഭവിക്കണം. ഒരിക്കലും കളി കാണുമ്പോൾ നമ്മള് പരിഭ്രാന്തരാകില്ല. അപ്പൊ നമ്മൾ രണ്ട് ടീം ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, പന്ത് കളിയാണ്. പന്ത് കളി കാണുമ്പോൾ നമ്മൾ എന്താവില്ല, ഒരിക്കലും പരിഭ്രാന്തരാവില്ല. നമ്മൾ ആ കളി എൻജോയ് ചെയ്യാണ് ചെയ്യുക, ആസ്വദിക്കുകയാണ് ചെയ്യുക. इसलिए बाप दादा तपस्या द्वारा साक्षीपन की स्थिति के आसन पर अचल अटोल स्थिति में रहने का विशेष अभ्यास करा रही है. അപ്പൊ ബാബ പറയാണ്, ബാബ എന്ത് ചെയ്യാണ് ഈ സമയത്ത്? ബാബ കുട്ടികളോട് പറയാണ്, മക്കളെ, നിങ്ങള് അല്ലെ ഈ പ്രകൃതി പതിയുടെ സീറ്റിൽ ഇരുന്നുകൊണ്ട് പ്രകൃതിയുടെ ഈ കളികളെ നോക്കിക്കാണും അല്ലെ. സാക്ഷി സ്ഥിതിയിൽ ഇരുന്നിട്ട് പ്രകൃതിയുടെ കളികളെ നോക്കിക്കാണും. അപ്പോ നമ്മള് പ്രകൃതി പതി ആത്മാക്കളാണ്. ഈ സമാനത്തിൽ നമ്മൾ ഇരിക്കണം. ഞാൻ പ്രകൃതി പതി ആത്മാവാണ്. അപ്പൊ പ്രകൃതിയുടെ ഉലച്ചിലാണെങ്കിലും കളികളാണെങ്കിലും അല്ലെ, പ്രകൃതിയിൽ മാറി മാറി വരുന്ന രംഗങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ മാറി മാറി വരുന്ന രംഗങ്ങളെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? ബാബയുടെ കൂടെ ഇരുന്ന് ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആയിട്ട് നോക്കി കാണണം. ബാബയുടെ കൂടെ ഇരുന്ന് ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആയിട്ട് നോക്കി കാണണം. അങ്ങനെ ബാബയുടെ കൂടെ ഇരുന്ന് ഡിറ്റാച്ച്ഡ് അല്ലെ സാക്ഷി സ്ഥിതിയിൽ ഇരുന്നിട്ട് നമ്മള് ഈ പ്രകൃതിയുടെ കളികളെ, നാടകത്തെ നോക്കി കാണുകയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ എന്താ അഭ്യസിക്കേണ്ടത്? ഒരിക്കലും നമ്മൾ തനിച്ചാകരുത് ഒരു നിമിഷം പോലും. ഓരോ നിമിഷവും നമ്മൾ ബാബയുടെ കൂടെ ഇരിക്കണം. ബാബയുടെ കൈയും പിടിച്ച് ബാബയുടെ കൂടെ ഇരിക്കണം അല്ലെ. ഫോറിൻ ജോഡികൾ നടന്നു പോകുന്നത് കണ്ടിട്ടാ? എങ്ങനെയാണ് ഫോറിൻ ജോഡികൾ നടന്നു? ഇങ്ങനെ കൈകൊണ്ട് ലോക്ക് ചെയ്യും, എന്നിട്ടാ നടന്നു പോകും അല്ലെ. നമ്മുടെ ഇവിടെയുള്ള ജോഡികൾ എങ്ങനെ നടന്നു പോവുക? പതി നടന്നു പോകുന്നതിന്റെ 1 കിലോമീറ്റർ പിന്നിലായിരിക്കും പത്നി നടന്നു പോകുന്നത് അല്ലെ. അപ്പൊ ഫോറിൻ ജോഡികൾ എപ്പോഴും ഇങ്ങനെ കൈ ഇങ്ങനെ ചെയ്തിട്ട് നടന്നു. അതേപോലെ ഇരിക്കണം നമ്മള് ബാബയുടെ കൂടെ. എപ്പോഴും ഞാൻ ബാബയുടെ കൂടെയാണ്. ബാബയുടെ കൈ പിടിച്ചാൽ ഞാൻ നടക്കും. എല്ലാ കാര്യങ്ങളിലും ഞാൻ ബാബയുടെ കൂടെയാണ്. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ബാബയുടെ കൂടെയാണ് അല്ലെ. അങ്ങനെ എപ്പോഴും നമ്മൾ ബാബയുടെ കൂടെയാണ് ഞാൻ എന്നുള്ള അനുഭവം ചെയ്യും. അപ്പൊ എന്താണ്? ബാബയുടെ കൂടെ ഇരുന്നാണ് എന്റെ ജീവിതത്തിന്റെ മുന്നിൽ വരുന്ന ഓരോ രംഗങ്ങളെയും ഞാൻ നോക്കിക്കാണുന്നത് അല്ലെ. പ്രകൃതിയിൽ വരുന്ന ഓരോ രംഗങ്ങളെയും, പ്രകൃതിയുടെ കളികളെയും, പ്രകൃതിയുടെ ഉലച്ചിലുകളെയും അല്ലെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന, നമ്മുടെ കർമ്മക്കണക്കിന്റെ ഭാഗമായി വരുന്ന ഓരോ രംഗങ്ങളെയും ഞാൻ നോക്കിക്കാണുന്നത് ഒറ്റയ്ക്കല്ല. ആരെ കൂടെ മുറുകെ പിടിച്ചിട്ടുണ്ട് അല്ലെ? ബാബയുടെ കൂടെയാണ്. ബാബയെ വിടാതെ, എങ്ങും വിടാതെ അല്ലെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? മുറുകെ പിടിച്ചിരിക്കുകയാണ് അല്ലെ. ബാബയെ മുരളിയിൽ പറയുന്നുണ്ട്, ഗോപികമാര് അല്ലെ എന്താണ് അനുഭവം ചെയ്തത്? ഓരോ ഗോപികയുടെയും കൂടെ ഗോപി വല്ലഭനുണ്ടെന്ന് അനുഭവം ചെയ്തത് അല്ലെ. നാരദൻ പോയി നോക്കിയപ്പോഴെന്താണ്? ഒരു ഗോപികയെ പോലും അടിച്ചു മാറ്റാൻ പറ്റിയില്ല അല്ലെ. ഓരോരുത്തരുടെയും കൂടെ അവിടെ ഗോപി വല്ലഭനുണ്ട് അല്ലെ. നമ്മൾ കുട്ടികളെ അനുഭവം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ കൂടെ ഓരോ നിമിഷവും ബാബയുണ്ട്. ബാബയുടെ കൈ പിടിച്ചാണ് നമ്മൾ നടക്കുന്നത്. ബാബയുടെ കൈ പിടിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓരോ നിമിഷവും ബാബ എന്റെ കൂടെയുണ്ട്
അങ്ങനെ ബാബയുടെ കൂടെ നമ്മൾ എപ്പോഴും സ്വയത്തെ അനുഭവം ചെയ്ത് ഞാൻ പ്രകൃതി പതിയായ ആത്മാവ്, അല്ലെ, സാക്ഷി ദൃഷ്ടാവായ ആത്മാവ് സാക്ഷിയായിരുന്ന് ഈ കളികളെ കാണുന്നു. ഞാൻ ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആണ്, സാക്ഷിയായിരുന്ന് അല്ലെ ഈ കളികളെ കാണാണ്. അങ്ങനെ ഒരു കാഴ്ചക്കാരനായിട്ട് നമ്മൾ കളികളെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ക്രിക്കറ്റ് മാച്ച് ആയിരിക്കും, അല്ലെ, ഇന്ന് ആളുകൾ ക്രിക്കറ്റ് മാച്ച് ആയിരിക്കും, പന്ത് കളി ആയിരിക്കും, അല്ലെ, ഇതൊന്നും ആരും മിസ് ചെയ്യില്ല. വീട്ടില് 24 hours എന്ത് ചെയ്യും? ക്രിക്കറ്റ് മാച്ച് ആണെങ്കിൽ അല്ലെ TV ഓൺ ചെയ്ത് വെക്കും, എന്നിട്ട് കളി കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോ അങ്ങനെ എന്താണ്, അപ്പൊ ആ കളി കാണുന്നത് എന്താണ്? ലഹരിയാണ്, അല്ലെ. ഈ കളി അത്ര ലഹരിയോട് കൂടിയിട്ടായിരിക്കും അവര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോ ബാബ പറയാണ്, അതേപോലെ നിങ്ങളും എന്താണ് സാക്ഷിയായിട്ട് ഒരു കാഴ്ചക്കാരനെ പോലെ ഈ പ്രകൃതിയുടെ കളികളും നമ്മുടെ മുന്നിൽ വരുന്ന ജീവിതത്തിന്റെ നാടകത്തിന്റെ രംഗങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം. ഒരിക്കലും നമ്മൾ ആ കളി കണ്ടിട്ട് നമ്മൾ ആസ്വദിക്കണം, അല്ലാതെ നമ്മൾ ഒരിക്കലും പരിഭ്രാന്തരാകാൻ പാടില്ല. इसलिए बाप दादा तपस्या द्वारा साक्षीपन की स्थिति के आसन पर अचल अटोल स्थिति में रहने का विशेष अभ्यास करा रही. ബാബ പറയാണ്, കുട്ടികളെ തപസ്യയിലൂടെ സാക്ഷി സ്ഥിതിയുടെ സീറ്റിൽ അചഞ്ചലമായി കുലുങ്ങാത്ത സ്ഥിതിയിൽ ഇരിക്കാൻ എന്നുള്ള വിശേഷ അഭ്യാസം ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ബാബ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? തപസ്യയിലൂടെ സാക്ഷി സ്ഥിതിയുടെ സീറ്റിൽ ഇരുന്ന് അചഞ്ചലമായ കുലുങ്ങാത്ത സ്ഥിതിയുടെ വിശേഷ അഭ്യാസം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് തപസ് ചെയ്യുമ്പോ ഞാൻ ആത്മാവ് ബാബയുടെ അരികിൽ ചെന്നിരിക്കുകയാണ്, അല്ലെ, ഞാൻ ബാബയുടെ അരികിൽ ചെന്നിരിക്കുകയാണ്. അല്ലെ, ബാബയുടെ അടുക്കൽ കമ്പൈൻഡ് ആയിട്ടിരിക്കുകയാണ്, ബാബയുടെ അടുക്കൽ അരികിൽ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് ആ സീറ്റിൽ ഇരുന്ന് എന്താണ് അചഞ്ചലമായി കുലുങ്ങാത്ത സ്ഥിതിയിൽ ഇരിക്കാൻ വിശേഷ അഭ്യാസം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. तो ये स्थिति का आसन सबको अच्छा लगता है. ഈ സ്ഥിതിയുടെ സീറ്റ് എല്ലാ കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ്. ഹൽചൽ കാ ആസൻ അച്ഛാ ലഗ്താ ഹൈ, അല്ലെ, ഉലച്ചിലിന്റെ ആ സീറ്റ് ആണോ കുട്ടികൾക്ക് ഇഷ്ടം, അതോ സാക്ഷി സ്ഥിതിയുടെ സീറ്റാണോ ഇഷ്ടം? ഏത് സീറ്റാണ് ഇഷ്ടം? സാക്ഷി സ്ഥിതിയുടെ സീറ്റിൽ ഇരുന്ന് കാണാനാണോ ഇഷ്ടം, അതോ നമ്മുടെ മുന്നിൽ രംഗങ്ങൾ മാറി മാറി വരുമ്പോ നമ്മുടെ മനസ്സാകെ ഉലഞ്ഞ്, മനസ്സാകെ വിഷമിച്ച്, മനസ്സാകെ തകർന്ന്, മനസ്സാകെ വേദനിച്ച്, വിഷമിച്ച്, സങ്കടപ്പെട്ട്, അല്ലെ, മനസ്സ് തകർന്നു പോകുന്ന അവസ്ഥയാണോ നല്ലത്, അതോ ഇതൊന്നും ബാധിക്കാതെ സാക്ഷി സ്ഥിതിയിൽ ഇരിക്കാനുള്ള, അല്ലെ, അങ്ങനെ സാക്ഷി സ്ഥിതിയിൽ ഇരിക്കാനാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? എങ്ങനെയാണ്? അചൽ ആസൻ അച്ഛാ ലഗ്താ ഹൈ. ബാബ ചോദിക്കാണ്, അചഞ്ചലമായിട്ടുള്ള ആ സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? कोई भी बात हो जाए, चाहे प्रकृति की चाहे व्यक्ति की, दोनों अचल स्थिति का आसन का जरा भी हिला नहीं सकते हैं. ഇപ്പൊ ബാബ പറയാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും, അല്ലെ, അത് പ്രകൃതിയുടെ ആണെങ്കിലും, പ്രകൃതിയിൽ നിന്ന് നമ്മുടെ മുന്നില് എന്താണ്, അല്ലെ, പരീക്ഷണങ്ങൾ വന്നാലും, വ്യക്തികളിൽ നിന്ന് വന്നാലും, അല്ലെ, അചഞ്ചലമായിട്ടുള്ള സ്ഥിതിയുടെ സീറ്റിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, സാക്ഷി സ്ഥിതിയുടെ സീറ്റിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, അചഞ്ചലമായ സ്ഥിതിയുടെ സീറ്റിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, അല്ലെ, ഈ വ്യക്തികൾക്കോ പ്രകൃതിക്കോ ഒന്നിനും തന്നെ നമ്മളെ ഒന്ന് ഉലയ്ക്കുവാൻ പോലും ഇളക്കുവാൻ പോലും സാധ്യമല്ല. അതിനൊന്നും നമ്മുടെ മനസ്സിനെ ഇളക്കാൻ സാധിക്കരുത്. അപ്പൊ നമുക്ക് ഏത് സ്ഥിതിയാണ് വേണ്ടത്? അചഞ്ചലമായ കുലുങ്ങാത്ത സ്ഥിതി വേണം. ആ സ്ഥിതി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പ്രകൃതി പതിയായ ആത്മാവാണ് എന്ന് അഭ്യസിക്കണം, അല്ലെ, ഞാൻ പ്രകൃതി പതിയായ ആത്മാവാണ് എന്ന് അഭ്യസിക്കണം, അല്ലെ. പിന്നെന്താ വേണ്ടത്? സാക്ഷി സ്ഥിതിയിൽ ഇരിക്കാൻ അഭ്യസിക്കണം. ബാബയുടെ കൂടെ ഇരുന്ന് വേണം നമ്മൾ ഓരോ രംഗങ്ങളെയും നോക്കിക്കാണാൻ, അല്ലെ. ഓരോ രംഗങ്ങളും ഓരോ നിമിഷവും നമ്മൾ വിചാരിക്കണം, ഞാൻ ബാബയുടെ കൂടെയാണ്, ബാബയുടെ കൈ മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്, ബാബയുടെ കൂടെയാണ്, അല്ലെ. ബാബയെ ഞാൻ വിടത്തില്ല, ബാബയുടെ കൂടെയാണ് ഓരോ നിമിഷവും. അപ്പൊ നമുക്ക് ബാബയുടെ കൂടെയാണെങ്കിൽ ബാബയെ പോലെ നമുക്ക് എന്ത് കിട്ടും, അല്ലെ. ബാബ എങ്ങനെ സാക്ഷിയായിട്ട് ഈ നാടകത്തെ കാണുന്നു, നമ്മൾ കുട്ടികളെ കാണുന്നു, അതേപോലെ നമുക്കും സാക്ഷിയായിട്ട് നാടകത്തെ കാണാൻ സാധിക്കും.
അപ്പൊ പ്രകൃതിയുടെ ഉലച്ചിലുകൾ വന്നാലും വ്യക്തികൾ നമ്മുടെ മനസ്സിൽ ഉലച്ചിലുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ബാബ പറയാണ് അചഞ്ചലമായിട്ടുള്ള സ്ഥിതിയുടെ സീറ്റിൽ അല്പം പോലും ഉലയ്ക്കുവാനായിട്ട് കഴിയില്ല. മനസ്സിലായോ? അപ്പോഴാണ് നമുക്ക് ആ അചഞ്ചലമായിട്ടുള്ള സ്ഥിതിയിൽ ഇരിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ വിനാശം നമ്മുടെ മുന്നിൽ വന്നു, അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് വന്നു, നമ്മുടെ സ്ഥിതി ഉലയോ ഇളകോ എങ്ങനെയാണ് നമ്മുടെ സ്ഥിതി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പരിഭ്രാന്തരാകോ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് നമ്മുടെ സ്ഥിതി? ഇത്തിനെ പക്കേ ഹോ ജോ അഭി ഹോനാ ഹെ. ബാബ ചോദിക്കുകയാണ്, അത്ര അചഞ്ചലമായ സ്ഥിതി ഉണ്ടോ? അത്രയും പക്കായാണോ? അതും ഇനി പക്കായി ആകണോ? എങ്ങനെയാണ് പറ. എങ്ങനെയാണ് നമ്മള്? അതായത് അത്രയും പക്കായാണോ എന്ന് ചോദിച്ചത്, നിങ്ങളെ ഇതിനൊന്നും ഉലയ്ക്കാൻ പറ്റില്ലേ? അതോ നിങ്ങൾ ഉലയ്ക്കാൻ പറ്റൂ? പ്രകൃതിക്ക് 5 കിലാടി ഹേ, പായക്കവി 5 കിലാടി ഹേ. കളിക്കാര് ആരൊക്കെയാണ്? നമ്മള് കളി കാഴ്ചക്കാരനാണ്. കളിക്കാര് പ്രകൃതിയുടെ 5 തത്വങ്ങളുണ്ട്, 5 പേര്. പ്രകൃതിയുടെ ഭാഗത്ത് 5 പേര്, മായയുടെ ഭാഗത്ത് 5 പേര്. അങ്ങനെ പ്രകൃതിയുടെ ടീമിൽ 5 കളിക്കാര്, മായയുടെ ടീമിൽ 5 കളിക്കാര്. इन 10 खिलाड़ियों को अच्छी तरह से जानते हो. ഈ 5 കളിക്കാരെ കുറിച്ച് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. खिलाड़ी खेल के बिना रहेंगे क्या? ഒരു കളിക്കാരൻ കളിക്കാതെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുവോ? കളി നടക്കുമ്പോ കളിക്കാരനെ കളിക്കാതിരിക്കാൻ പറ്റുമോ? സാധ്യമല്ല. तो कभी कोई खिलाड़ी सामने आ जाता है तो कभी कोई सामने आ जाता है. കളി എന്ന് പറയുമ്പോൾ അല്ലെ, ഒരു കളിക്കാരൻ മുന്നിൽ വരും, ചിലപ്പോൾ വേറെ കളിക്കാരൻ മുന്നിൽ വരുന്നു, പലരും മാറി മാറി മുന്നിൽ വന്നേക്കാം. आजकल पुरानी दुनिया में खेल देखने के बहुत शौकीन है ना. ഇന്നത്തെ കാലത്ത് പഴയ ലോകത്തിൽ കളി കാണാൻ എല്ലാവരും വളരെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. പഴയ ലോകത്തില് അല്ലെ ക്രിക്കറ്റ് മാച്ചും ഫുട്ബോൾ മാച്ചൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇത്ര പ്യാർ സെ ഖേൽ ദേഖ്തേ ഹേ. എന്ത് ഇഷ്ടത്തോടു കൂടിയിട്ടാണ് കളി കാണുന്നത്. ആജ് വോ ഹേ പുരാനി ദുനിയ വാലെ ആപ് വോ സംഗമിക്ക് ബ്രാഹ്മണാത്മായി. അല്ലെ, അവര് പഴയ ലോകത്തിലുള്ളവരാണ്. പക്ഷെ നിങ്ങൾ കുട്ടികൾ സംഗമിക്ക് ബ്രാഹ്മണ ആത്മാക്കളാണ്. ഖേൽ ദേഖന എൻജോയ് കർണ യാ ഗബരാന. നിങ്ങള് കളി കാണൂ, അതോ നിങ്ങൾ കളി ആസ്വദിക്കോ, അതോ കളി കണ്ട് നിങ്ങൾ പരിഭ്രാന്തരാകും, ഭയന്ന് പോകും. കൊയ് ഗിർത്താ ഹെ കൊയ് ഗിരാത്താ ഹെ. അല്ലേ? ചിലര് എന്ത് ചെയ്യും? കളിയുടെ ഇടയില് ചിലര് വീഴ്ത്തി കളയും, അല്ലെ? ചിലര് സ്വയം വീണു പോകും, ചിലര് മറ്റുള്ളവരെ വീഴ്ത്തും. ലേക്കിൻ ഖേൽ ദേഖ്നെ വാലെ കോ ഗിർത്താ ഹുവാ ദേഖ് ഭി മജ ആതാ ഹെ. പക്ഷെ കളി കാണുന്നവർക്ക് എന്താണ്, ആരെങ്കിലും വീഴുന്നത് കാണുമ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. കളി കണ്ടുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും അതിൽ വീഴുന്നത് കണ്ടാലും അതും അവര് എൻജോയ് ചെയ്യാണ്, കാണുന്നവര്, കാഴ്ചക്കാര്. വിജയ് പ്രാപ്ത് കർത്താ ഹുവാ ദേഖ് ഭി മജ ആതാ ഹെ. കളിയുടെ ഇടയിൽ ഒരാൾ വീഴുന്നു, അത് കാണുമ്പോഴും നമ്മൾ എൻജോയ് ചെയ്യും. ഒരാൾ വിജയിക്കുന്നു, ഒരാൾ ഉടനെ എന്ത് ചെയ്തു, അല്ലെ, പന്ത് തട്ടി തന്റെ കോർട്ടിലിട്ടു, അപ്പൊ അത് കാണുമ്പോഴും എന്ത് ചെയ്യാണ്? സന്തോഷിക്കാൻ. ഇതും വളരെ വലിയ കളിയാണ്. സിർഫ് ആസൻകോ നഹി ചോടോ. അപ്പൊ ബാബ പറയാണ്, ഈ പരിധികളില്ലാത്ത നാടകം എന്ന് പറയുന്നതും ഒരു വലിയ കളിയാണ്. ഇവിടെ നമ്മളിരിക്കുന്ന സീറ്റ് വിടരുത്, നമ്മുടെ സ്ഥിതി നഷ്ടപ്പെടുത്തരുത്. നമ്മളിരിക്കുന്ന സീറ്റ്, നമ്മുടെ മനസ്സിന്റെ സ്ഥിതിയാകുന്ന സീറ്റ്, ആ സീറ്റിൽ നിന്ന് ഇറങ്ങരുത് നമ്മൾ, അല്ലെ? അപ്പൊ സാക്ഷി സ്ഥിതിയുടെ സീറ്റിൽ ഇരിക്കണം, ആ സീറ്റിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. कोई भी कोई हिलाए लेकिन आप शक्तिशाली आत्माയെ हिल नहीं सकती. ആര് നമ്മളെ ഉലച്ചാലും ശക്തിശാലി ആത്മാക്കൾക്ക് ഒരിക്കലും അവര് ഉലയുകയില്ല, അല്ലെ? ആര് തന്നെ നമ്മൾ ഉലയ്ക്കാൻ ശ്രമിച്ചാലും ശക്തിശാലി ആത്മാക്കൾ ഒരിക്കലും അവരെ ആർക്കും ഉലയ്ക്കാൻ കഴിയില്ല. तो बाप दादा आज हर एक रूहानी गुलाब को देख रहे हैं. ഇന്ന് ബാപ് ദാദ തന്റെ ഓരോ പനിനീർ പുഷ്പങ്ങളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടികളോട് ബാബ എന്താ പറഞ്ഞത്? പ്രകൃതി പതിയുടെ സീറ്റിലിരുന്ന്, അല്ലെ, സാക്ഷി സ്ഥിതിയിലിരുന്ന്, അചഞ്ചലമായ കുലുങ്ങാത്ത സ്ഥിതിയിലിരുന്ന് ഇരിക്കുകയാണ് നിങ്ങളെങ്കിൽ, ആ സീറ്റിൽ നിങ്ങൾ സെറ്റായിട്ട് ഇരിപ്പുണ്ട്, ആത്മാവ് തന്റെ സീറ്റിൽ, സമാനത്തിന്റെ സീറ്റിൽ സെറ്റായിട്ട് ഇരിക്കുകയാണ് എങ്കിൽ ബാബ എന്ത് പറഞ്ഞു? ആര് ഉലയ്ക്കാൻ ശ്രമിച്ചാലും ശക്തിശാലിയായ ആത്മാക്കളെ ഉലയ്ക്കുവാൻ
കഴിയില്ല. ബാപ്ദാദ ഇന്ന് ഓരോ ആത്മീയ പനിനീർ പുഷ്പങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. जब बगीचे में बुलाया है तो बगीचे में पत्ते देखेंगे फूल को देखेंगे. ബാബയെ പൂന്തോട്ടത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ബാബ ആ പൂന്തോട്ടത്തിലെ എന്താ ഇലകളെ നോക്കൂ അതോ പുഷ്പങ്ങളെ നോക്കൂ? ബാബയെ പൂന്തോട്ടത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ആ പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെയാണോ ബാബ നോക്കുക, ഇലകളെയാണോ നോക്കുക? ആജ് ബാപ്ദാദ ഹരേക്ക് റുഹാനി ഗുലാബക്കു ദേഖ് രഹി. ഇന്ന് ബാപ്ദാദ ഓരോ തന്റെ ആത്മീയ റോസാ പുഷ്പങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജബ് ബഗീച്ചെ മേ ബുലായ ഹെ തോ ബഗീച്ചെ മേ പത്തേ ദേഖെങ്കെ യാ ഫൂൽ കോ ദേഖെങ്കെ യേ ഭി അച്ഛാ സജായ ഹെ. ബാബ പറഞ്ഞു, ഒരു പൂന്തോട്ടമായിട്ട് അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. മേഹനത് കർണെ വാലോം കി കമാൽ അച്ഛി ഹെ. ഈ പൂന്തോട്ടം പോലെ ബാബ വരാൻ വേണ്ടിയിട്ട് എന്താണ് ആ സ്റ്റേജ് പൂന്തോട്ടം പോലെ നിർമ്മിച്ചിരിക്കുന്ന ആ കുട്ടികള്, ആ പരിശ്രമിച്ച കുട്ടികളുടെ അവര് ചെയ്ത അത്ഭുതം അപാരമാണ് എന്ന് ബാബ പറഞ്ഞു. ലേക്കിൻ ബാപ്ദാദ റുഹാനി ഫൂലോं को देख रहे. പക്ഷെ ബാബ കാണുന്നത് ആരെയാണ്? നാഗരാജ് ഭായ്, ബാബ കാണുന്നത് ആരെയാണ്? ആത്മീയ പനിനീർ പുഷ്പങ്ങളെയാണ് കാണുന്നത്. വളരെയധികം പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ പൂന്തോട്ടത്തിലേക്ക് ബാബയെ വിളിച്ചത്. പൂന്തോട്ടമായിട്ടാണ് അവിടെ അലങ്കരിച്ചിരിക്കുന്നത്. മനോഹരമായ വെറൈറ്റി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പക്ഷെ ബാബ കാണുന്നത് ആരെയാണ്? അല്ലെ, ആത്മീയ പനിനീർ പുഷ്പങ്ങളെയാണ്. ജബ് ബഗീച്ചെ മേ ബുലായ തോ ബഗീച്ചെ മേ പത്തേ ദേഖെങ്കെ യാ ഫൂലോं को देखेंगे तो कोई बहुत रंग रूप वाले हैं. ബാബ പറയുന്ന വെറൈറ്റി ആയിട്ടുള്ള ആത്മീയ പനിനീർ പുഷ്പങ്ങളാണ്. ചിലതിന് വളരെയധികം സൗന്ദര്യമുണ്ട്, നല്ല നിറവും അല്ലെ, നല്ല മണവും നല്ല സുഗന്ധവും എല്ലാം ഉണ്ട്. ഭയങ്കര അല്ലെ, ചില പുഷ്പങ്ങൾ നമ്മളെ ഭയങ്കര ആകർഷിക്കില്ലേ, നല്ല കളറായിരിക്കും. രംഗരൂപ സഭി ബച്ചോങ്ക ആകെയായി. എല്ലാ കുട്ടികളിലും നിറവും രൂപവും അല്ലെ, നിറവും വർണ്ണവും രൂപവും ഒക്കെ കുട്ടികളില് വന്നിട്ടുണ്ട്. ക്യോങ്കി ബാബ്കെ സംഘക്ക രംഗത്തോ സബ്കോ ലഗ് ഗയാ ഹെ. കാരണം ബാബയുടെ കൂട്ടുകെട്ടിന്റെ നിറമാണ് അല്ലെ. ബാബ എന്ത് ചെയ്യാണ്? കുട്ടികളെ ഇങ്ങനെ ബാബയുടെ അടുത്ത് ചെന്നിരുന്നാൽ മതി നമ്മൾ കുട്ടികള് അല്ലെ, പരന്താമത്തില് ബാബയുടെ അടുത്ത് ചെന്നിരിക്കുക. അപ്പൊ ബാബ എന്ത് ചെയ്യും? നിറങ്ങള് പൂശും. ബാബയുടെ അടുത്ത് ഇങ്ങനെ ചായക്കൂട്ടുകളാണ്, നിറക്കൂട്ടുകളാണ് അല്ലെ. ബാബ നമ്മളില് സ്നേഹ സമുദ്രം ചൊരിയും, ശാന്തിയുടെ സമുദ്രം ചൊരിയും അല്ലെ, ആനന്ദ സമുദ്രം ചൊരിയും, ജ്ഞാന സമുദ്രം ചൊരിയും അല്ലെ, സർവശക്തികളുടെ സമുദ്രം. അപ്പൊ ഈ ഗുണങ്ങൾ കൊണ്ട് എന്താണ്? പച്ച, നീല, ചുമപ്പ്, മഞ്ഞ അല്ലെ, ഈ ചായക്കൂട്ടുകൾ നമ്മുടെ ആത്മാവിലേക്ക് ബാബ പകർന്നു തരിക. നമ്മളെങ്ങനെ കളർഫുൾ പേഴ്സണാലിറ്റി ആക്കി മാറ്റും ബാബ അല്ലെ. അത്രയ്ക്കും നിറങ്ങള് നമ്മളിൽ പൂശുകയാണ്. तो और कोई रंग रूप खुशबू वाले होंगे. അപ്പൊ ബാബയ്ക്ക് എന്താണ്? വെറൈറ്റി ആയിട്ടുള്ള പുഷ്പങ്ങളാണ് കുട്ടികൾ. നല്ല നിറമുള്ള, നല്ല സുന്ദരമായ നിറമുള്ള, അതുപോലെ രൂപമുള്ള. ഓർ കൊയ് രംഗ് രൂപ ഓർ ഖുഷ്ബു വാലെ ഹോംഗെ. അപ്പൊ ബാബ പറഞ്ഞു, അങ്ങനെ നിറവും രൂപവും സുഗന്ധവും ഉള്ളതാണ്. കൊയ് സിർഫ് രംഗ് രൂപ വാലെ. ചിലതാണെങ്കിൽ നിറവും രൂപവും മാത്രമേ ഉള്ളൂ, സുഗന്ധമില്ല. ചില പുഷ്പങ്ങൾക്ക് നിറവുമുണ്ട്, രൂപവുമുണ്ട്, രൂപഭംഗിയുമുണ്ട്, നിറവുമുണ്ട്, പിന്നെ സുഗന്ധവുമുണ്ട്. രംഗ് ഓർ രൂപ് तो सभी बच्चों में आ गया है. അല്ലെ, നിറവും രൂപവും എല്ലാ കുട്ടികളിലും വന്നു കഴിഞ്ഞു. क्योंकि बाप के संग का रंग तो सबको लग गया है. കാരണം ബാബയുടെ കൂട്ടുകെട്ടിന്റെ നിറം എല്ലാവരിലും വന്നു ചേർന്ന് കഴിഞ്ഞു അല്ലെ. ബാബയുടെ കൂട്ടുകെട്ടിന്റെ ആ നിറം എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു. कोई व्यवहार की बातों में, पुरुषार्थ की बातों में संपूर्ण संतुष्टता नहीं भी हो, लेकिन बाप के संग का रंग सबको अति प्यारा लगता है. അല്ലെ, ബാബ പറയാണ്, പുരുഷാർത്ഥത്തിന്റെ കാര്യത്തിലും
അല്ലെ? അതുപോലെ എന്താണ് വ്യവഹാരത്തിന്റെ കാര്യത്തിലും പുരുഷാർത്ഥത്തിന്റെ കാര്യത്തിലും കുട്ടികൾക്ക് ഓരോ കുട്ടികൾക്കും അവരവരിൽ സമ്പൂർണ്ണ സന്തുഷ്ടത ഇല്ലായിരിക്കാം. പക്ഷേ ബാബയുടെ കൂട്ടുകെട്ടിന്റെ വർണ്ണങ്ങൾ എല്ലാ കുട്ടികൾക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. മനസ്സിലായ? അതായത് നമ്മളുടെ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ നമ്മൾ എത്രത്തോളം സംതൃപ്തരാണ്, നമ്മുടെ സ്വന്തം ആത്മോന്നതിയുടെ പുരുഷാർത്ഥത്തിൽ നമ്മൾ എത്രത്തോളം സന്തുഷ്ടരാണ്, അല്ലെ? അവിടെ ഒന്നും സമ്പൂർണ്ണ സന്തുഷ്ടത ഇല്ല എങ്കിൽ പോലും കുട്ടികൾക്ക് ഏറ്റവും പ്രിയമുള്ളൊരു മറ്റൊരു കാര്യം എന്താണ്, അല്ലെ? ബാബയുടെ കൂട്ടുകെട്ടിന്റെ നിറങ്ങൾ, അല്ലെ? ആ നിറങ്ങൾ ബാബ പകർന്നു തരുന്ന നിറങ്ങളിൽ ലയിച്ച് ഇരിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ്, അല്ലെ? എല്ലാ കുട്ടികളിലും ബാബയുടെ കൂട്ടുകെട്ടിന്റെ ചായക്കൂട്ടുകളും നിറങ്ങളും, അല്ലെ, പൂശിയിട്ടുണ്ട്. അല്ലെ? കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എന്ത്? ബാബ പൂശുന്ന നിറങ്ങള്, വർണ്ണങ്ങള്, അല്ലെ? അങ്ങനെ കളർഫുൾ ആകാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. रंग और रूप तो सभी बच्चों में आ गया ही, कोई व्यवहार की बातों में इसलिए रंग सभी में आ गया है और रूप भी परिवर्तन हो गया है. അതുകൊണ്ട് ബാബയുടെ കൂട്ടുകെട്ടിന്റെ നിറങ്ങൾ പൂശുന്നത് കൊണ്ട് എന്താണ്? നിറങ്ങൾ വന്നിട്ടുണ്ട്. ഇനി രൂപമോ? കുട്ടികളുടെ രൂപമോ? രൂപത്തിലും പരിവർത്തനം വന്നിട്ടുണ്ട്. കുട്ടികളിൽ രൂപത്തിലും പരിവർത്തനം വന്നിട്ടുണ്ട്. ക്യോങ്കി ബ്രാഹ്മണ ആത്മായും ബൻ ഗയി, കാരണം ശൂദ്രാത്മാവിൽ നിന്ന് നമ്മൾ ആരായി? ബ്രാഹ്മണ ആത്മാക്കളായിട്ട് മാറിക്കഴിഞ്ഞു. बल कैसे भी पुरुषार्थी आत्मा है, लेकिन ब्राह्मण आत्मा बनने से रूप जरूर बदलता है. എങ്ങനെയുള്ള പുരുഷാർത്ഥിയായിട്ടുള്ള ആത്മാവാണെങ്കിലും ബ്രാഹ്മണ ആത്മാവിന്റെ രൂപത്തിൽ, അല്ലെ, ബ്രാഹ്മണ ആത്മാവായി മാറുന്നതിലൂടെ നമ്മുടെ രൂപം തീർച്ചയായിട്ടും പരിവർത്തനമാകുന്നു. അപ്പൊ എങ്ങനെയുള്ള പുരുഷാർത്ഥി ആത്മാവാണെങ്കിലും ബ്രാഹ്മണ ആത്മാവായിട്ട് നമ്മൾ മാറുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ രൂപം പരിവർത്തനമാകുന്നു. ബ്രാഹ്മണ ആത്മാക്കി ചമക് സുന്ദരത ഹറേക്ക് ബ്രാഹ്മണ ആത്മാമേ ആജാതി. ബ്രാഹ്മണ ആത്മാവിന്റെ തിളക്കവും സുന്ദരതയും ആ അലൗകിക സൗന്ദര്യം ഓരോ ബ്രാഹ്മണ ആത്മാവിലും വന്നു ചേരുന്നു. ഇസ്ലിയേ രംഗ് രൂപ സബ്മേ ദിഖായി ദേ രഹേ ഹൈ. അതുകൊണ്ട്, അല്ലെ, നിറവും രൂപഭംഗിയും എല്ലാ കുട്ടികളിലും കാണപ്പെടുന്നുണ്ട്. ഖുഷ്ബു നമ്പർ 1. പക്ഷെ സദ്ഗുണങ്ങളുടെ സൗരഭ്യം, അല്ലെ, എല്ലാ കുട്ടികളിലും ഒരേപോലെ എല്ലാ സദ്ഗുണങ്ങളും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോ ആ സദ്ഗുണങ്ങളുടെ സൗരഭ്യമാണ് നമ്പർ 1 ആയിട്ടുള്ളത്. ബാക്കി ബാബയുടെ കൂട്ടുകെട്ടിന്റെ നിറമുണ്ട്. പിന്നെന്താണ്? ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനായിട്ട് പരിവർത്തനപ്പെടുകയാണ് നമ്മൾ, അല്ലെ? നമ്മൾ ബ്രാഹ്മണ ആത്മാവായെങ്കിലും ശൂദ്ര സംസ്കാരത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം പരിവർത്തനപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമ്മൾ ദിവസം ബാബയുടെ മുരളി കേട്ട് യോഗം ചെയ്ത് സേവ ചെയ്ത്, അല്ലെ, വരുമ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? മുരളിയുടെ മനനം ചെയ്ത് അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും നമ്മളിൽ പരിവർത്തനം ഉണ്ടാകുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോ നമ്മൾ ബ്രാഹ്മണ ആത്മാവായിട്ട് പരിവർത്തനപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പരിവർത്തനമുണ്ട്. പക്ഷെ സദ്ഗുണങ്ങളുടെ ധാരണ അവിടെയാണ് എന്ത്? അല്ലെ, സദ്ഗുണങ്ങളുടെ സൗരഭ്യം നമ്മളിൽ നമ്പർ 1 ആണ്. ഖുഷ്ബു ഹേ സമ്പൂർണ്ണ പവിത്രത. സൗരഭ്യം എന്ന് പറയുന്നത് എന്താണ്? സമ്പൂർണ്ണ പവിത്രതയാണ് സൗന്ദര്യം. वैसे तो जो भी ब्राह्मण बनते हैं ब्रह्मा कुमार और ब्रह्मा कुमारी कहलाते हैं. ആരെല്ലാം ബ്രാഹ്മണരായിട്ട് മാറുന്നുവോ അവരെ ബ്രഹ്മ കുമാർ കുമാരി എന്നാണ് വിളിക്കുന്നത്. കുമാർ കുമാരി ബന്ന അർത്ഥാത് പവിത്ര ബന്ന. കുമാരനാകുക, കുമാരിയാകുക എന്ന് പറഞ്ഞാൽ പവിത്രമായി മാറുക എന്നതാണ്. പവിത്രതയ്ക്ക് പരിഭാഷ അതിസൂക്ഷ്മ. അപ്പൊ ബ്രഹ്മാവിന്റെ കുമാരനാകുക, കുമാരിയാകുക എന്ന് പറഞ്ഞാൽ പവിത്രമായി മാറുക. പവിത്രതയ്ക്ക് പരിഭാഷ അതിസൂക്ഷ്മ. പവിത്രതയുടെ നിർവചനം എന്ന് പറയുന്നത് വളരെ അതിസൂക്ഷ്മമാണ്. ബ്രഹ്മചര്യ നഹി, ബ്രഹ്മചര്യം പവിത്രതയാണ്. പക്ഷെ ബ്രഹ്മചര്യം മാത്രമല്ല പവിത്രത. തൻസെ ബ്രഹ്മചാരി ബന്ന ഇസ്കോ സമ്പൂർണ്ണ പവിത്രത നഹി കഹെങ്കെ. ശരീരം കൊണ്ട് ബ്രഹ്മചാരിയായിട്ട് മാറുക, അല്ലെ, ശരീരം കൊണ്ട് ബ്രഹ്മചാരിയായിട്ട് മാറുക എന്ന് പറയുന്നത് സമ്പൂർണ്ണ പവിത്രതയാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെ, ശരീരത്തിന് ബ്രഹ്മചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സമ്പൂർണ്ണ പവിത്രമാണ് എന്ന് അവകാശപ്പെടാൻ പറ്റുമോ? സാധ്യമല്ല. മനസ്സേവി ബ്രഹ്മചാരി.
ശരീരം കൊണ്ട് മാത്രം ബ്രഹ്മചാരിയായി പോരാ, പിന്നെ എന്ത് വേണം? മനസ്സുകൊണ്ടും ബ്രഹ്മചാരിയാകണം. अर्थात मन भी सिवाय बाप के और किसी प्रकार के लगाव में नहीं चाहिए. നമ്മുടെ മനസ്സ് ഒരേ ഒരു ബാബയെ അല്ലാതെ ഒരു പ്രകാരത്തിലുള്ള അറ്റാച്ച്മെന്റിലേക്കും പോകാൻ പാടില്ല. ഒരേ ഒരു ബാബയുടെ കൂടെ അല്ലാതെ ഒരു പ്രകാരത്തിലുള്ള അറ്റാച്ച്മെന്റിലേക്കും പോകാൻ പാടില്ല. തൻസേ ബി ബ്രഹ്മചാരി, സംബന്ധമേ ബി ബ്രഹ്മചാരി. എന്താണ്? ശരീരത്തിലും നമ്മൾ ബ്രഹ്മചാരി ആയിരിക്കണം, സംബന്ധങ്ങളിലും നമ്മൾ ബ്രഹ്മചാരി ആയിരിക്കണം, അല്ലെ? മനസ്സുകൊണ്ട് ബ്രഹ്മചാരി ആയിരിക്കണം. കാരണം മനസ്സിൽ ഒരേ ഒരു ബാബയെ കൂടാതെ രണ്ടാമതൊരു വ്യക്തിയുടെ ഓർമ്മ, രണ്ടാമത് ഒന്നിന്റെയും ഓർമ്മ പാടില്ല. ഒന്നിനോട് അറ്റാച്ച്മെന്റ് പാടില്ല, ഒരു പ്രകാരത്തിലുള്ള അറ്റാച്ച്മെന്റും പാടില്ല. സംസ്കാരമേ ബ്രഹ്മചാരി, സംസ്കാരത്തിലും നമ്മൾ ആരായിരിക്കണം? ബ്രഹ്മചാരി ആയിരിക്കണം. സംബന്ധത്തിലും ബ്രഹ്മചാരി ആയിരിക്കണം, അല്ലേ? ശരീരത്തിലും ബ്രഹ്മചാരി. इसकी परिभाषा अति प्यारी अति ഗുഹ്യല്ലേ. ഇത് സമ്പൂർണ്ണ പവിത്രത എന്ന് പറഞ്ഞാൽ അതിന്റെ പരിഭാഷ നമുക്ക് അതിപ്രിയമാണ്, അതിഗുഹ്യമാണ്, അതിഗഹനമാണ്. इसका विस्तार फिर सुनाएंगे. അതുകൊണ്ട് എന്താണ് മനസ്സുകൊണ്ട് ബ്രഹ്മചാരി, ശരീരം കൊണ്ട് ബ്രഹ്മചാരി, സംബന്ധം കൊണ്ട് ബ്രഹ്മചാരി, അല്ലെ? സംസ്കാരം കൊണ്ട് ബ്രഹ്മചാരി. ഇതേക്കുറിച്ച് ബാബ വിസ്താരത്തിൽ പിന്നീട് കേട്ടു. ആജ് തോ ഹോളി മനാനി ഹേ, ഗുഹ്യ പടായി നഹി ഹേ, ആജ് മനാന ഹേ. ഇന്ന് നമുക്ക് ഹോളി ആഘോഷിക്കണം. ഗഹനമായ പഠിത്തമൊന്നുമല്ല, ഹോളി ആഘോഷിക്കണം, ആഘോഷമാണ്. ഹോളി മനാനെ വാലെ കോൻ ഹോ? ആരാണ് ഹോളി ആഘോഷിക്കുന്നവര്? ഹോളി ആഘോഷിക്കുന്നവരാരാണ്? ഹോളി ഹംസങ്ങൾ. ഹോളി ഹംസ കിത്തനെ പ്യാരെ ഹേ. ഓ, ഹോളി ഹംസങ്ങൾ എന്ന് പറഞ്ഞാൽ അരയന്നങ്ങള്, ഹോളി ഹംസങ്ങൾ നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണ്. ഹംസ സദാ പാനിമേ തൈർനെ വാലെ ഹോത്തെ ഹേ. ഹംസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കും, അല്ലെ? വെള്ളത്തിൽ നീന്തി തുടിക്കുന്നതാണ് ഹംസം. ഹോളി ഹംസ് ബി സദാ ജ്ഞാന് ജൽമേ തൈർനെ വാലി. ഹോളി ഹംസം ആരാണ്? അല്ലെ? സാധാരണ ഹംസം വെള്ളത്തിൽ നീന്തി തുടിക്കും, അല്ലെ? അതേപോലെ ഇവിടെ ബാബ ചോദിക്കുകയാണ്, ഹോളി ഹംസം സദാ ജ്ഞാന ജലത്തിൽ നീന്തി തുടിക്കുന്നു, അല്ലെ? ജ്ഞാന ജലത്തിലാണ്, അല്ലെ, ഹോളി ഹംസം നീന്തി തുടിക്കുന്നത്. ഉടനെ വാലെ ഓർ ത്രൈർനെ വാലെ, പറക്കുന്നവരുണ്ട്, നീന്തുന്നവരുണ്ട്. അപ്പോ ഹോളി ഹംസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹംസം പറക്കുകയും ചെയ്യും, നീന്തുകയും ചെയ്യും, അല്ലെ? ആപ് സഭി ഉടന ഓർ തൈർന ജാനത്തെ. അതേപോലെ നിങ്ങൾ കുട്ടികൾ ഹോളി ഹംസങ്ങളാണ്. ഹോളി ഹംസങ്ങളായി നിങ്ങൾക്ക് പറക്കാനും അറിയാം, നീന്താനും അറിയാം. ജ്ഞാന മനൻ കർണ ഇസ്കോ കഹെങ്കെ ജ്ഞാന അമൃതമേ തൈർന. ജ്ഞാന മനനം ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ജ്ഞാനാമൃതത്തിൽ നീന്തി തുടിക്കുക. ബാബ ദിവസവും നമുക്ക് ജ്ഞാനാമൃതം നൽകുന്നുണ്ട്, അല്ലെ? ഈ ജ്ഞാനാമൃതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നീന്തി തുടിക്കണം. അതാണ് ജ്ഞാനമനനം ചെയ്യുക. ജ്ഞാനാമൃതത്തിൽ നീന്തി തുടിക്കുക, അതാണ് ജ്ഞാനമനനം ചെയ്യുക. നെക്സ്റ്റ്, അല്ലെ? നെക്സ്റ്റ് എന്താണ്? ഉടന, അർത്ഥാത് സദാ ഊഞ്ചി സ്ഥിതി മേരേന. അടുത്തതാണ്, അല്ലെ, പറക്കുക. പറക്കുക എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥിതിയിൽ ഇരിക്കുക, അല്ലെ? പറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന സ്ഥിതിയിൽ ഇരിക്കുക, സദാ ഉയർന്ന സ്ഥിതിയിൽ ഇരിക്കുക. ദോനോ ജാനത്തെ ഹോ നാ? ഇത് രണ്ടും കുട്ടികൾക്ക് അറിയാലോ എന്ന് ബാബ ചോദിക്കുക. രണ്ടും കുട്ടികൾക്ക് അറിയാമല്ലോ. നീന്തി തുടിക്കാനും അറിയാം, പറക്കാനും അറിയാം. അപ്പൊ പറക്കുക എന്ന് പറഞ്ഞാൽ സദാ ഉയർന്ന സ്ഥിതിയിൽ ഇരിക്കുക, അല്ലെ? മനസ്സുകൊണ്ട് നമ്മൾ ബാബയുടെ അരികിൽ ഇരിക്കുമ്പോ, സാക്ഷി സ്ഥിതിയിൽ ഇരിക്കുമ്പോ, കാഴ്ചക്കാരനായിട്ട് ഇരിക്കുമ്പോ ഒക്കെ എന്താ സംഭവിക്കുന്നത്? അവിടെയൊക്കെ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? കാഴ്ചക്കാരനായിട്ട് ഇരിക്കുമ്പോഴെല്ലാം നമ്മൾ ഉയർന്ന സ്ഥിതിയിലായിരിക്കുന്നത് ബാബയുടെ കൂടെ.
तैरना जानते हो ना? ज्ञान मनन करना इसको कहेंगे ज्ञानामृत में तैरना. ജ്ഞാന മനനം ചെയ്യുക അതിനെയാണ് പറയുന്നത് ജ്ഞാനാമൃതത്തിൽ നീന്തി തുടിക്കുക. അല്ലെ, പറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സദാ ഉയർന്ന സ്ഥിതിയിൽ ഇരിക്കുക. രണ്ടും കുട്ടികൾക്ക് അറിയാലോ. സഭീക്കെ മൻമേ ബാപ്കെ പ്യാരെ പ്യാർ തോ 100% ആകെ. എല്ലാ കുട്ടികളുടെയും മനസ്സിലേക്ക് ബാബയോടുള്ള സ്നേഹം 100% മുന്നിലാണ്. 100%-നേക്കാൾ കൂടുതലാണ്. കുട്ടികൾക്ക് ബാബയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് 100%-നേക്കാൾ കൂടുതലാണ്. ബാബ്ക പ്യാർ ഭി ഹരേക്ക് ബच्चे से. അതേപോലെ ബാബയ്ക്കും തന്റെ ഓരോ കുട്ടികളോടും അത്രയധികം സ്നേഹമുണ്ട്. അല്ലെ, തന്റെ ഓരോ കുട്ടികളോടും ബാബയ്ക്ക് വളരെയധികം സ്നേഹമുണ്ട്. ബാബ്ക പ്യാർ ഹി അല്ലെ, ബാബയ്ക്കും കുട്ടികളോട് ഒത്തിരി സ്നേഹമുണ്ട്, കുട്ടികൾക്കും ബാബയോട് ഒത്തിരി സ്നേഹമുണ്ട്. കുട്ടികൾക്ക് ബാബയോട് 100%-നേക്കാൾ കൂടുതൽ സ്നേഹമാണ്. അല്ലെ, ബാബയ്ക്കും ഓരോ കുട്ടികളോടും അത്രയും സ്നേഹമുണ്ട്. चाहे वो गिरता है चढ़ता भी है खेल करता है फिर भी बाप को प्यार है. കുട്ടികൾ വീഴായിരിക്കും, അല്ലെങ്കിൽ വിജയിക്കായിരിക്കും, അല്ലെ, പടി കയറായിരിക്കും, കയറിപ്പോകായിരിക്കും, അല്ല കളിക്കായിരിക്കും. എന്നാലും കുട്ടികൾ എങ്ങനെയാണെങ്കിലും ബാബയ്ക്ക് എന്താണ്, തന്റെ ഓരോ കുട്ടികളോടും ബാബയ്ക്ക് അത്രയും സ്നേഹമുണ്ട്. 100%-ൽ കൂടുതൽ സ്നേഹമുണ്ട്. കോയി നടുക്കായിട്ട് കോയി ഗംഭീർ. ചില കുട്ടികൾ മഹാവികൃതികളായിരിക്കും, എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികളായിരിക്കും. ചിലര് വളരെ ഗംഭീരതയുള്ള കുട്ടികളായിരിക്കും. ചില കുട്ടികൾ വളരെ രമണീകമായ കുട്ടികളായിരിക്കും. കോയി ബഹുത് ഫാസ്റ്റ് നേച്ചർ ഹോത്തെ ഹി. ചില കുട്ടികൾ വളരെ ഫാസ്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. ഫിർ ഭി ഹേ തോ ബच्चे ഹെ നാ. എന്നാലും എല്ലാവരും കുട്ടികളല്ലേ. ബच्चे ശബ്ദ ഹി അതിപ്യാരെ. കുട്ടികൾ എന്നുള്ള ശബ്ദമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അല്ലെ, ബാബ പറയാണ് കുട്ടികൾ എന്നുള്ള ആ വാക്ക് തന്നെ നമുക്ക് എത്ര പ്രിയമുള്ളതാണ്. വെച്ചാൽ ബാബയല്ലേ നമ്മളെ കുട്ടികളെ എന്ന് വിളിക്കുന്നേ. എന്നാലോചിക്കേ, ഇവിടെ 90 വയസ്സുള്ള കുട്ടിയാണെങ്കിലും 60 വയസ്സുള്ള കുട്ടിയാണെങ്കിലും 70 വയസ്സുള്ള കുട്ടിയാണെങ്കിലും എല്ലാവരും ബാബ എന്താ വിളിക്കുന്നേ? ബച്ചേ. അല്ലേ, കുഞ്ഞേ എന്നാ വിളിക്കുന്നേ, കുട്ടി എന്നാ വിളിക്കുന്നേ. അപ്പൊ അത് എത്ര പ്രിയപ്പെട്ടതാണെന്ന് ആലോചിച്ചു. കാരണം എത്ര വയസ്സ് നമുക്ക് ശരീരത്തിനുണ്ടെങ്കിലും ബാബയുടെ മുന്നിൽ നമ്മൾ എന്തായി? കുഞ്ഞായി. അല്ലെ, ബാബയുടെ മധുരമായ കുട്ടി. അല്ലെ, ബാബയുടെ ചെല്ല കുട്ടിയായിട്ട് നമ്മൾ മാറി, പൊന്നോമന കുട്ടിയായിട്ട് നമ്മൾ മാറി, കുട്ടിയായി. നമ്മളപ്പോ മനസ്സുകൊണ്ട് കുട്ടിയായി. നമുക്ക് എന്ത് സാധിക്കുന്നു? മനസ്സുകൊണ്ട് കുട്ടിയാകാൻ പറ്റുന്നു. അല്ലെ, നമ്മള് മനസ്സുകൊണ്ട് കുട്ടിയായി നമ്മുടെ ശരീരത്തിൽ അതിന്റെ മാറ്റം ഉണ്ടാവും. ബാബ കുട്ടികളെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളങ്ങ് ബാബയുടെ കുട്ടിയായിട്ട് അങ്ങ് മാറണം. അല്ലേ, അപ്പൊ നമ്മുടെ ബോഡി അതുപോലെയാവും. എത്ര പ്രിയപ്പെട്ടതാണ് കുട്ടി എന്നുള്ള ശബ്ദം, വാക്ക്. അതുകൊണ്ട് കുട്ടി എന്നുള്ള ആ കുട്ടി എന്ന് ബാബ വിളിക്കുമ്പോൾ അത് ഏറ്റവും പ്രിയമുള്ളതാണ്. वैसे आप सबके लिए बाप शब्द प्यारा है. കുട്ടികൾക്ക് എന്താണ് പ്രിയം? ബാബയ്ക്ക് കുട്ടി എന്നുള്ള വാക്കാണ് ഏറ്റവും പ്രിയം. കുട്ടികൾക്കോ ബാബ എന്നുള്ള, അല്ലെ, ബാബ അല്ലെ, പരമാത്മാവിനെ അച്ഛനായിട്ട് അനുഭവം ചെയ്യുമ്പോ എത്ര പ്രിയമാണ്. ബാബ എന്ന് വിളിക്കുമ്പോ അത് എത്ര പ്രിയമുള്ള വാക്കാണ്. ബാബ്ക്കെ ലിയെ ബच्चे प्यारे हैं. ബാബയ്ക്ക് കുട്ടികൾ വളരെ പ്രിയപ്പെട്ടതാണ്. बाप कभी भी कोई बच्चे से निराश नहीं होते हैं. ബാബയ്ക്ക് ഒരു കുട്ടിയെ പ്രതി പോലും നിരാശയില്ല. ബാബയ്ക്ക് ഒരു കുട്ടിയെ പ്രതി പോലും നിരാശയില്ല. അരവിന്ദ് രാവിലെ പുകച്ചു, ആ പുക വരുന്നു. രാവിലെ പുകയ്ക്കരുത് ഞാൻ എപ്പോഴും പറയും. എനിക്ക് ക്ലാസ് ഒന്നും പറ്റില്ല. तो बाप कभी भी कोई बच्चे से निराश नहीं होते. ബാബ ഒരിക്കലും ഒരു കുട്ടികളോടും, അല്ലെ,
നിരാശനാകുന്നില്ല. ബാബയ്ക്ക് ഒരു കുട്ടിയെ പ്രതി പോലും നിരാശയില്ല. സദാ ശുഭ ഉമ്മിത് രക്തേ. അല്ലേ, കുട്ടികളെ മായയിൽ വീണു പോവുകയാണ്, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ വരുമ്പോ അല്ലെ കുട്ടികൾക്ക് ആ കുട്ടികളെ അത് എന്താണ് ഇതൊക്കെ ബാബ കാണുമ്പോഴും അല്ലെ കുട്ടികളെ മായ പിടിക്കുമ്പോഴും ഒന്നും ബാബ എന്താണ് നിരാശനാകുന്നില്ല. ബാബ ഒരിക്കലും നിരാശനാകുന്നില്ല കുട്ടികളെ പ്രതി. സദാ ബാബ ശുഭമായ ആഗ്രഹം പുലർത്തും. ബാബ എപ്പോഴും എന്താ ചെയ്യുന്നേ? ശുഭമായ ആഗ്രഹം പുലർത്തുന്നു. अगर कोई किनारा भी कर लेते फिर भी बाप दादा उसमें उम्मीद रखते. അഥവാ കുട്ടികള് ബാബയിൽ നിന്ന് അകന്നു പോകും. ചില കുട്ടികൾ മായ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ബാബയുടെ അടുത്തിൽ നിന്ന് അങ്ങ് അകന്നു പോയേക്കും. അപ്പൊ അങ്ങനെ ബാബയുടെ അടുത്തിൽ നിന്ന് കുട്ടികള് അകന്നു പോവുകയാണെങ്കിൽ പോലും അല്ലെ ബാബ എന്താണ് ആ കുട്ടികളില് വളരെയധികം പ്രതീക്ഷകൾ പുലർത്തും. ശുഭപ്രതീക്ഷകൾ, ശുഭമായ ആഗ്രഹങ്ങൾ എപ്പോഴും ബാബയ്ക്ക് കുട്ടികളെ പ്രതിയാണ്. ആജ് നെഹി തോ കൽ ആ ജായേ. ബാബയുടെ അടുത്ത് അകന്നു പോയാലും ബാബ എന്താ വിചാരിക്കാം? ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരും, ഇന്നല്ലെങ്കിൽ നാളെ ബാബയുടെ അടുക്കിലേക്ക് മടങ്ങി എത്തും അല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ബാബയുടെ അടുക്കിലേക്ക് മടങ്ങി എത്തും എന്ന് അവരെ അനുഭവം ചെയ്യാണ്. तो उनको ठीक होने में भी ज्यादा समय लगता है. അപ്പോ ബാബ പറയാണ് ബാപ്ദാദ അല്ലെ ആ കുട്ടികളിലും പ്രതീക്ഷ പുലർത്തുന്നു. ബാബ പറയാണ് കഹാൻ ചായെങ്കിൽ, എവിടെ പോകാന്, എത്ര ദൂരം പോവും അല്ലേ? ബാബയെ വിട്ട് എത്ര ദൂരം പോയാലും തിരിച്ചെത്തും, മടങ്ങിയെത്തും. जैसे शारीरिक हिसाब किताब में कोई ज्यादा बीमार भी हो जाता है उनको ठीक होने में भी समय लगता है. അല്ലെ ശാരീരികമായിട്ടുള്ള കർമ്മക്കണക്കുകളാണെങ്കിലും അല്ലെ ശാരീരികമായിട്ടുള്ള ആ കർമ്മക്കണക്കുകളില് ചിലരെ കൂടുതൽ രോഗിയായിട്ട് മാറും അല്ലെ. ശാരീരികമായിട്ടുള്ള കർമ്മക്കണക്കുകൾ വരുമ്പോ ചിലരെ കൂടുതൽ രോഗിയായിട്ട് മാറുന്നു. പിന്നെ ആ രോഗം ശരിയായിട്ട് വരാൻ കൂടുതൽ സമയം എടുക്കുന്നു. और जो थोड़ा समय बीमार होता है वो जल्दी ठीक होता है. ആർക്കാണോ രോഗത്തിന് കാഠിന്യം കുറവാണ് എങ്കിൽ അത് വളരെ വേഗം ശരിയാവുന്നു. ലേക്കിൻ ഹേത്തോ ബീമാർ, പക്ഷേ അസുഖാണല്ലോ. कैसा भी बीमार हो स्थूल रीति प्रमाण बीमार से कभी उम्मीद उतारी नहीं जाती है. അപ്പൊ എങ്ങനെയുള്ള രോഗമാണെങ്കിലും സ്ഥൂലമായ രീതി അനുസരിച്ചിട്ട് അല്ലെ നമുക്കിപ്പോ അസുഖം വന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിന്റെ ശുഭപ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നില്ല. നമ്മളെന്താ വിചാരിക്കുന്നത്? ഈ അസുഖം മാറും, എല്ലാം ശരിയാവും, അസുഖം മാറും എന്നുള്ള ശുഭപ്രതീക്ഷകളാണ് നമ്മൾ കുട്ടികൾക്കുള്ളത്. तो उनको ठीक होने में ज्यादा समय लगता है तो थोड़े समय बीमार होता है तो जल्दी ठीक हो जाता है. लेकिन है तो बीमार, कैसा भी बीमार को स्थूल रीति प्रमाण बीमार को कभी उम्मीद उतारी नहीं जाती है, सदा उम्मीद रखी जाती है आज नहीं तो कल ठीक हो जाएगा. അസുഖങ്ങൾ വരുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും, മാറും, ശരിയാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് വെക്കുക അല്ലെ. അല്ലാതെ ഇത് ശരിയാവത്തില്ല എന്ന് വിചാരിക്കില്ല അല്ലെ. ശുഭപ്രതീക്ഷയാണ് വെക്കേണ്ടത്. लेकिन बाप दादा कोई भी बच्चे से ना उम्मीद नहीं होते. ബാബ ഒരിക്കലും തന്റെ ഒരു കുട്ടിയോട് പോലും നിരാശനാകുന്നില്ല. ഇപ്പൊ ശരീരത്തിന് നമുക്ക് എന്ത് രോഗം വന്നാലും നമ്മൾ അത് അല്ലെ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മള് വീണ്ടും പഴയ പോലെ ആയിത്തീരുന്നുള്ളൊരു വിശ്വാസം അല്ലെ, ഒരു ശുഭപ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ട്. അതേപോലെ ബാബയും ഒരിക്കലും കുട്ടികളോടുള്ള തന്റെ ശുഭപ്രതീക്ഷ കൈവെടിയുന്നില്ല. സദാ ശുഭ ആശയ രക്തേ ഹേ ആജ് തോടസ ഡീലാ ഹേ. ബാബ എപ്പോഴും തന്റെ കുട്ടികളോട് ശുഭമായിട്ടുള്ള ആശകൾ വെക്കുകയാണ്. ഇന്ന് കുട്ടികളെ കുറച്ച് ലൂസാണ്, കല്ല ഹോഷിയാർ ഹോ ജായേ. ഇന്ന് ഇത്തിരി ഇങ്ങനെ അയഞ്ഞിരിക്കുകയാണ്, നാളെ കുട്ടികൾ നല്ല സമർത്ഥരാകും, ബുദ്ധിശാലികളാകും, സമർത്ഥശാലികളാകും. तो जब मंजिल एक है तो बाप एक है. നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, നമ്മുടെ ബാബയും ഒന്നാണ്.
നമ്മുടെ ലക്ഷ്യവും ഒന്നാണ്. കഹാൻ ജായെങ്കി സിവായി ബാപ്കെ. പിന്നെ ബാബയെ വിട്ടിട്ട് കുട്ടികൾ എവിടെ പോവാനാണ്? ബാബയില്ലാതെ എവിടെ പോവാനാണ്? കാരണം എന്താ? ലക്ഷ്യം ഒന്നാണ്, ബാബയും ഒന്നേ ഉള്ളൂ. അച്ഛനൊന്നല്ലേ ഉള്ളൂ. ആ അച്ഛനെ വിട്ടിട്ട് എത്ര ദൂരം പോവും? എവിടെ പോവും? फिर भी वर्षा हर आत्मा को बाप से ही मिलना है. എങ്കിലും സ്വത്ത് ഓരോ ആത്മാവിനും ബാബയിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. മനസ്സിലായി? അപ്പൊ എങ്കിലും സ്വത്ത് അല്ലെ ആരിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്? ബാബയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ബാബയുടെ അടുക്കലേക്ക് മടങ്ങി വന്നേ മതിയോ. അപ്പൊ ഓരോ ആത്മാവിനും ബാബയുടെ അടുക്കൽ നിന്നാണ് സ്വത്ത് ലഭിക്കുന്നത്. ചാഹേ ബാപ്പോ ഗാലിബി ദേ तो भी बाप मुक्ति जीवन मुक्ति का वर्ष दे ही देंगे ही दे. ഇനി ബാബയെ നിന്ദിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ബാബയെ നിന്ദിക്കുന്ന കുട്ടികളാണെങ്കിലും ആ കുട്ടികൾക്കും ബാബ എന്ത് നൽകുന്നു? മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സ്വത്ത് നൽകുക തന്നെ ചെയ്യും. സാരേ വിശ്വക്ക് സർവ ആത്മാവും കോ ചാഹെ മുക്തി ചാഹെ ജീവൻ മുക്തി കാ വർഷ സെരു വെള്ളാഹി. മുഴുവൻ വിശ്വത്തിലുള്ള സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സ്വത്ത് തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സ്വത്ത് തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. क्योंकि बाप सृष्टि पर अवतरित हो बच्चों को वर्षा से वंचित नहीं कर सकते. ബാബ ഈ സൃഷ്ടിയിൽ അവതരിച്ചിട്ട് തന്റെ മക്കളെ സ്വത്തിൽ നിന്ന് വഞ്ചിതരാകുക എന്നുള്ളത് സാധ്യമല്ല. ബാബ ഈ സൃഷ്ടിയിലേക്ക് അവതരിച്ചിരിക്കുകയാണ്, ഈ സൃഷ്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾ എങ്ങനെയാണ് ബാബയുടെ സ്വത്തിൽ നിന്ന് വഞ്ചിതരാകുന്നത്? അതൊരിക്കലും നടക്കില്ല. बाप को वर्षा देना ही चाहे लेवे चाहे नहीं लेवे. ബാബ കുട്ടികൾക്ക് സ്വത്ത് നൽകുക തന്നെ ചെയ്യും, കുട്ടികൾ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിൽ. ബാബ എല്ലാ കുട്ടികൾക്കും സ്വത്തുകൾ നൽകുകയാണ്, നിന്ദിക്കുന്നവർക്കും സ്വത്ത് നൽകുകയാണ്. ഇനി കുട്ടികൾ ബാബ നൽകുന്ന സ്വത്ത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ബാബ സ്വത്ത് നൽകുകയാണ്. और सर्व आत्माओं को बाप द्वारा वर्षा मिला है तब बाप कहकर करते हैं. സർവ ആത്മാക്കൾക്കും ബാബയിലൂടെ സ്വത്ത് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ബാബയെ വിളിക്കുന്നത് അള്ളാഹു, യഹോവ, ശിവൻ എന്ന് പറഞ്ഞ് വിളിച്ചാലും എല്ലാവരും ബാബയെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ബാബയുടെ അടുത്ത് സ്വത്ത് ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ്. മുമ്പോ ലഭിച്ചിട്ടുണ്ട്, കഴിഞ്ഞ കൽപ്പത്തിൽ ലഭിച്ചിട്ടുണ്ട്. तो बाप को वर्षा देना ही है चाहे लेवे चाहे नहीं लेवे. ബാബ എല്ലാ കുട്ടികൾക്കും സ്വത്ത് നൽകും. കുട്ടികളുടെ സ്വത്ത് സ്വീകരിച്ചാലും കൊള്ളാം, സ്വീകരിച്ചില്ലേലും കൊള്ളാം. ബാപ്കോ ദേന ഹി ഹെ, ബാബ നൽകുക തന്നെ ചെയ്യും. और सर्व आत्माओं को बाप द्वारा वर्षा मिला है तब तो बाप कहकर करते हैं. എല്ലാ ആത്മാക്കൾക്കും ബാബയിൽ നിന്ന് സ്വത്ത് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ബാബയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈശ്വരനെ വിളിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? എല്ലാ മക്കൾക്കും സൃഷ്ടിയിലുള്ള മുഴുവൻ ആത്മാക്കൾക്കും ബാബയിൽ നിന്ന് സ്വത്ത് ലഭിച്ചിട്ടുണ്ട്. क्योंकि बाप सृष्टि पर अवतरित हो बच्चों को वर्षे से वंचित नहीं हो सकते. ബാബ ഈ സൃഷ്ടിയിൽ അവതരിച്ചിരിക്കുമ്പോൾ കുട്ടികൾ ബാബയുടെ സ്വത്തിൽ നിന്നും വഞ്ചിതരാകുന്നു എന്നുള്ളത് ഒരിക്കലും സംഭവ്യമല്ല. ബാപ്സേ തോ വർഷ ദേന ഹി ഹെ, ബാബയ്ക്ക് തന്റെ കുട്ടികൾക്ക് സ്വത്ത് നൽകിയേ മതിയാകും. ചാഹെ ലേവേ ചാഹെ നഹി ലേവേ, കുട്ടികളെ സ്വീകരിച്ചാലും കൊള്ളാം, സ്വീകരിച്ചില്ലേലും കൊള്ളാം, ബാബ സ്വത്ത് നൽകുക തന്നെ ചെയ്യും. ബാപ്കോ ദേന ഹി ഹെ, അല്ലെ, ബാബ കുട്ടികൾക്ക് നൽകിയാൽ മതിയാകും. चाहे सर्व आत्माओं का बाप द्वारा वर्षा मिला है तब तो बाप कहकर पुकारते हैं. അല്ലെ, സർവ ആത്മാക്കൾക്കും ബാബയിലൂടെയാണ് സ്വത്ത് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ആത്മാക്കളും ബാബയെ വിളിക്കുന്നത്. ബാബ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ബാബയിലൂടെയാണ് ലോകത്തിലുള്ള മുഴുവൻ ആത്മാക്കൾക്ക് സ്വത്ത് ലഭിച്ചിരിക്കുന്നത്. ബാബ് കാ അർത്ഥ ഹി ഹെ വർഷ ദേനെ വാല. അതുകൊണ്ട് അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മീയ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വത്ത് നൽകുന്നവൻ. അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വത്ത് നൽകുന്നവൻ.
चाहे किसी भी कर्म में चले गए फिर भी फादर का याद तो करते ही. ഇനി അല്ലെ കുട്ടികള് ദ്വാപരയുഗത്തിലെ വന്നു കലിയുഗത്തിലെ വന്നു അതിന്റെ ഇടയിൽ പല ധർമ്മത്തിലേക്കൊക്കെ കൺവേർട്ട് ആയി പോയി. അങ്ങനെ മറ്റു ധർമ്മങ്ങളിലേക്ക് കുട്ടികൾ പോയെങ്കിൽ പോലും ഇനി ഏത് ധർമ്മത്തിൽ പോയിട്ട് തന്നെ അച്ഛനെ ഓർമ്മിക്കാതിരിക്കുമോ? ഏത് മതത്തിൽ പോയാലും അല്ലെ ഇസ്ലാം മതത്തില് പോയി മുസ്ലിം മതത്തില് പോയി അവരെ അള്ളാഹു എന്ന് വിളിക്കുന്നില്ലേ? അപ്പൊ ഏത് മതത്തില് പോയാലും അച്ഛനെ വിളിക്കും, ബാബയെ വിളിക്കും. तो साकार सृष्टि पर पाठ बजाते बच्चों को वर्षा ना दे तो बाप कैसे कहे? ഈ സാകാര സൃഷ്ടിയിൽ പാട്ടഭിനയിക്കാൻ ബാബ വന്നിട്ട് ബാബ കുട്ടികൾക്ക് സ്വത്ത് നൽകിയില്ലെങ്കിൽ അച്ഛനെന്ന് വിളിക്കാൻ പറ്റുമോ? അച്ഛന്റെ സ്വത്തിന് എല്ലാ കുട്ടികളും അവകാശികളല്ലേ? അപ്പൊ ബാബ ഇവിടെ പാട്ടഭിനയിക്കാൻ വന്നിരിക്കുന്നു, അവിടെ അവതരിച്ചിരിക്കുന്നു എങ്കിൽ തന്റെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ബാബ എന്ത് നൽകും? സ്വത്ത് നൽകും. तो सागर सृष्टि पर पाठ बजाते बच्चों को वर्षा देने दे तो बाप कैसे निमित्त सागर माध्यम द्वारा ब्रह्मा बना? बाप कैसे कहेंगे? लेकिन आप डायरेक्ट वर्षा लेते हो, पहचान से लेते हो. അല്ലെ ഇവിടെ നമ്മൾ കുട്ടികള് ഡയറക്റ്റ് ആയിട്ട് ബാബയുടെ അടുക്കൽ നിന്ന് സ്വത്ത് നേടുകയാണ് അല്ലെ. ബാബ പറയാണ് ഡയറക്റ്റ് ആയിട്ട് ബാബയുടെ അടുക്കൽ നിന്ന് നമ്മൾ കുട്ടികൾ സ്വത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. പേച്ചാൻ സേ രഹത്തെ ഹോ, തിരിച്ചറിവോടെയാണ് നമ്മൾ സ്വത്ത് നേടുന്നത്. ബാബയുടെ അടുക്കൽ നിന്ന് നമ്മൾ സ്വത്ത് നേടുകയാണ്, തിരിച്ചറിവോടുകൂടിയാണ് നേടുന്നത്. तो कभी तो सिवाई അപ്പോ നമ്മള് അല്ലെ ബാബയുടെ അടുത്ത് നേരിട്ടാണ് കുട്ടികൾ സ്വത്ത് നേടുന്നത്. അതും എങ്ങനെയാ സ്വത്ത് നേടുന്നത്? നേരിട്ട് നമുക്ക് ഇടയില് ഇടനിലക്കാരൊന്നും ആവശ്യമില്ല അല്ലെ. നേരിട്ടാണ് നമ്മൾ സ്വത്ത് നേടുന്നത്. പിന്നെ നമ്മൾ തിരിച്ചറിവോടുകൂടിയാണ് സ്വത്ത് നേടുന്നത്. അത്രയും അച്ഛനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സ്വത്ത് നേടുന്നത്. ആപ്ക ഡയറക്റ്റ് കണക്ഷൻ ഹേ, കുട്ടികൾക്ക് ബാബയോട് നേരിട്ട് കണക്ഷൻ ഉണ്ട്. ചാഹെ നിമിത്ത സാഗർ മാധ്യം ബ്രഹ്മാബന, നിമിത്തമായ സാകാര മാധ്യമം ബ്രഹ്മാവാണ്. ലേക്കിൻ ബ്രഹ്മാസെ യോഗിനെങ്കിൽ ലഗാത്തെ, പക്ഷെ ബ്രഹ്മാവിന്റെ കൂടെയല്ല നമ്മൾ യോഗം ചെയ്യുന്നത്. യോഗം ചെയ്യുന്നത് ശിവബാബയുടെ കൂടെയാണ് നമ്മൾ യോഗം ചെയ്യുന്നത്. ബ്രഹ്മ ബാബയെ കരുത്തെ ഹേ ബാബു യാദ് കരും. ബ്രഹ്മ ബാബയും പറയുന്നത് ഇതാണ്, ശിവബാബയെ ഓർമ്മിക്കൂ. ഏ നൈ കരുത്തെ മുझे യാദ് കരും. ഒരിക്കലും ബ്രഹ്മബാബ ഇങ്ങനെ പറയുന്നില്ല, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ എന്ന് പറയുന്നില്ല അല്ലെ. ബ്രഹ്മബാബ നമ്മളോട് പറയുന്നുണ്ടോ നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നു? ഇല്ല, നമ്മൾ ആരും ബ്രഹ്മബാബയെ ഓർമ്മിക്കുന്നുമില്ല അല്ലെ. നമ്മള് ശിവബാബയുടെ കൂടെയാണ് യോഗം വെച്ചിരിക്കുന്നത്. ബ്രഹ്മബാബ എന്താ പറഞ്ഞത്? ബാബയെ ഓർമ്മിക്കൂ. ബ്രഹ്മബാബ കുട്ടികളോട് പറയുന്നത് ബാബയെ ഓർമ്മിക്കൂ. കബി ഭി സിവായ ബാബ് കെ ഫുൾ വർഷ और कोई संबंध में मिल नहीं सकते. ഒരേ ഒരു ശിവബാബയുടെ അടുത്ത് അല്ലെ നിന്ന് പൂർണ്ണമായും സ്വത്ത് നമുക്ക് ലഭിക്കുള്ളൂ. വേറെ ഒരു സംബന്ധങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ സ്വത്ത് ലഭിക്കില്ല. ശിവബാബയുടെ അടുത്ത് നിന്ന് മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് സ്വത്ത് ലഭിക്കുള്ളൂ. പൂർണ്ണമായ സ്വത്ത് നേടണ്ടേ? അത് ഇത്തിരി വല്ലതൊക്കെ നേടിയാൽ മതിയോ? പൂർണ്ണമായിട്ടും നേടണം. അപ്പൊ ഡയറക്റ്റ് ബാബ് സെ സംബന്ധ ജോഡ് വർഷയ്ക്ക് അധിക അർത്ഥീനോ കാലമേ പ്രാപ്തി കർത്തി. നമ്മൾ നേരിട്ട് ബാബയോട് സംബന്ധം വെച്ച് അല്ലെ ബാബയുടെ അടുത്ത് സ്വത്തിന്റെ അധികാരം പ്രാപ്തമാക്കി 3 കാലങ്ങളിലേക്ക് നമ്മൾ ബാബയുടെ അടുത്ത് സ്വത്തിന്റെ അധികാരം പ്രാപ്തമാക്കും. പൂർണ്ണമായിട്ട് സ്വത്ത് നേടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്യയുഗം മുതൽ കലിയുഗത്തിന്റെ അന്ത്യം വരെയും 84 ജന്മങ്ങളിൽ ജീവിക്കാനുള്ളതാണ് നമ്മൾ ബാബയുടെ അടുക്കൽ നിന്ന് നേടുന്ന ഈ സംഗമയത്തിലെ പൂർണ്ണമായ സ്വത്ത്. അതുകൊണ്ട് ബാബ പറയാണ് കുട്ടികളെ അല്ലെ, അതായത് അച്ഛനെന്നുള്ള ആ സംബന്ധത്തിലൂടെ നമ്മള് ബാബയുടെ അടുത്ത് നേരിട്ട് അല്ലെ സ്വത്തിന്റെ അധികാരം 3 കാലങ്ങളിലേക്കാണ് പ്രാപ്തമാക്കുന്നത്. അബീബി വർഷ മിൽ രഹാ ഹേ, ഈ വർത്തമാന സമയത്തേക്ക് വേണ്ടിയും നമുക്ക് ബാബയുടെ സ്വത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തിയോം കാ ഗുണോം കാ വർഷ മിൽ രഹാ ഹേ, ശക്തികളും
ഗുണങ്ങളും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മിൽ ഗയാ ഹേ, നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഓർ മുക്തി ധാമേ ഭി കഹാ രഹേംഗെ, ഇനി മുക്തി ധാമത്തിലും നമ്മൾ എവിടെയാ വസിക്കുക? സമീപ രഹേംഗേന അല്ലെ? മുക്തി ധാമത്തിലും നമ്മൾ എവിടെയാ വസിക്കുക? സമീപത്ത് വസിക്കുമല്ലോ. तो अभी भी वर्षा है मुक्ति धाम में भी है. ഇപ്പോഴും നമുക്ക് ബാബയുടെ സ്വത്ത് ലഭിക്കുന്നു, മുക്തി ധാമത്തിലും സ്വത്ത് ലഭിക്കുന്നു. എന്നുവെച്ചാൽ മുക്തിയുടെ സ്വത്തും ജീവൻ മുക്തിയുടെ സ്വത്തും. അപ്പൊ മുക്തിയുടെ സ്വത്ത് ലഭിക്കുന്നു, പിന്നെന്താണ് 21 ജന്മങ്ങളുടെ ജീവൻ മുക്തിയുടെ സ്വത്ത് ലഭിക്കുന്നു. തീനോ കാലവുമേ വർഷയ്ക്ക് അധികാരി. അതുകൊണ്ട് 3 കാലങ്ങളിലും നമ്മൾ സ്വത്തിന്റെ അധികാരികളാണ്. ഇപ്പോഴും നമുക്ക് സ്വത്ത് ലഭിക്കുന്നു അല്ലെ? മുക്തിയിലും നമുക്ക് മുക്തിയുടെയും സ്വത്ത് ലഭിക്കുന്നു, ജീവൻ മുക്തിയുടെയും സ്വത്ത് ലഭിക്കുന്നു. 21 ജന്മങ്ങളിലേക്കുള്ള സ്വത്ത് ലഭിക്കും പൂർണ്ണമായിട്ടും. ലോക कहते हैं आप सबको कि आपकी जीवन मुक्ति से हमारी जीवन मुक्ति अच्छी है. ലോകരെന്ത് പറയും? ലോകര് പറയും നിങ്ങളുടെ ജീവൻ മുക്തിയെക്കാളും, സന്യാസികളൊക്കെ നിങ്ങളുടെ ജീവൻ മുക്തിയെക്കാളും ഞങ്ങളുടെ മുക്തിയാണ് നല്ലത് എന്ന് അവര് പറയും. ആപ്തോ ചക്രമേ ആയെങ്കിൽ, നിങ്ങൾ ജനന മരണ ചക്രത്തിലേക്ക് വരില്ലേ? ഹംതോ ചക്ര സെ ചൂട്ട് ജായെങ്കിൽ, ഞങ്ങൾ മുക്തിയിൽ പോയിരിക്കുമ്പോ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടും. ആ ഫലക്സേ കസക്തി. പക്ഷെ നമുക്ക് അഭിമാനത്തോടുകൂടി, ശുദ്ധമായ അഭിമാനത്തോടുകൂടി, അന്തസ്സോടുകൂടി, നമുക്ക് ആത്മീയ അന്തസ്സോടുകൂടി നമുക്ക് പറയാൻ കഴിയും, മുക്തിക്ക വർഷ തോഹമേ ഭി മിലേഗ. ഞങ്ങൾക്ക് ജീവൻ മുക്തിയുടെ സ്വത്ത് മാത്രമല്ല, മുക്തിയുടെ സ്വത്തും ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് അവരോട് പറയാം. ലേക്കിൻ ആ മുക്തിക്ക് ബാദ്, പക്ഷെ മുക്തിയുടെ സ്വത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്നു, മുക്തിക്ക് ശേഷം ഞങ്ങൾ ജീവൻ മുക്തിയുടെ സ്വത്ത് നേടുന്നു. ഡബിൾ മിൽത്താ ഹേ, നമ്മൾ കുട്ടികൾക്ക് ഡബിൾ സ്വത്ത് ലഭിക്കുന്നു, മുക്തിയുടെ സ്വത്ത് ലഭിക്കുന്നു, ജീവൻ മുക്തിയുടെ സ്വത്ത് ലഭിക്കുന്നു അല്ലെ? ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിലെ ജീവിതം. മുക്തിധാം സെ വയ്യാ തോ കരേഗി അല്ലെ? പക്ഷെ മുക്തിധാമം വഴിയേ നമ്മൾ പോകത്തുള്ളൂ ജീവൻ മുക്തിധാമത്തിലേക്ക്. डायरेक्ट कनेक्शन होने के कारण वर्तमान और फिर मृत्यु के बाद फिर नया शरीर लेते तीनों ही काल वर्षे के अधिकारी बनते हो. ഡയറക്റ്റ് ബാബയോടുള്ള കണക്ഷൻ നമുക്ക് ഉള്ളത് കാരണം വർത്തമാന സമയത്ത് നമ്മൾ സ്വത്തിന്റെ അനുഭവം ചെയ്യുന്നു, മൃത്യുവിന് ശേഷവും നമ്മൾ പുതിയ ശരീരം എടുത്തുകൊണ്ട് 3 കാലങ്ങളിൽ സ്വത്തിന്റെ അധികാരിയായി നമ്മൾ മാറുന്നു. ഇത്ര നശാഹന, വർത്തമാന സമയത്തെ സ്വത്ത്, മുക്തിധാമത്തിന്റെ സ്വത്ത്, പിന്നെ സത്യത്തിൽ പുതിയ ശരീരം എടുത്തു വന്നിട്ട് അല്ലെ അവിടെ നമ്മൾ ജീവൻമുക്തിയുടെ സ്വത്ത് അനുഭവം ചെയ്യുന്നു. അങ്ങനെ 3 കാലങ്ങളുടെ സ്വത്തിന്റെ അധികാരിയാണെന്നുള്ള ലഹരി ഇല്ലേ? അത്രയും ലഹരി ഉണ്ടോ കുട്ടികൾക്ക്? നമ്മൾ ഡയറക്റ്റ് അച്ഛനോടുള്ള കണക്ഷൻ കാരണം നമ്മള് 3 കാലത്തിന്റെയും സ്വത്തിന്റെ അധികാരിയാണെന്നുള്ള അത്രയും ലഹരി വേണം. ആജ് ഹോളി മനാ രഹേ ഹോ, ഹോളി ജലായി ബി ജാത്തി ഹൈ മനായി ബി ജാത്തി ഹൈ. ഹോളി നമ്മൾ ആഘോഷിക്കുകയാണ് അല്ലെ? ഹോളി അല്ലെ കത്തിച്ച് ചാമ്പലാക്കാറുണ്ട്, പിന്നെ ഹോളി ആഘോഷിക്കാറുണ്ട് അല്ലെ? എപ്പോഴും അങ്ങനെയല്ലേ? നമ്മൾ ഹോളി ആണെങ്കിലും ദീപാവലി ആണെങ്കിലും ഓണമാണെങ്കിലും എന്ത് ചെയ്യും? ആദ്യം നമ്മുടെ വീട്ടിലുള്ള വീടെല്ലാം വൃത്തിയാക്കും. എന്തെല്ലാം വേസ്റ്റ് ആയിട്ടുണ്ടോ നമ്മുടെ വീടിനകത്ത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ, ചപ്പുചവറുകളുണ്ടോ, എല്ലാം എടുത്ത് അല്ലെ മൊത്തം വീട് വൃത്തിയാക്കി അതെല്ലാം കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും? കത്തിക്കും അല്ലെ? ആദ്യം കത്തിക്കും നമ്മള്, പിന്നെ ആഘോഷിക്കുക. ഹോളി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാ, കത്തിക്കുക പിന്നെ ആഘോഷിക്കുക. पहले जलाई जाती है फिर मनाई जाती. होली मनाना अर्थात कुछ जलाना कुछ मनाना. ഹോളി ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ, അതായത് ആദ്യം കത്തിക്കണം പിന്നെ ആഘോഷിക്കണം. ജലാനയ്ക്ക് പിന്നെ മനായി നഹി ജാത്തി അല്ലെ? കത്തിച്ച് ഭസ്മമാക്കാതെ ചാമ്പലാക്കാതെ ഒരിക്കലും നമ്മൾ ആഘോഷിക്കില്ല. ദൃഢസങ്കല്പിക്ക് അഗ്നി ദ്വാര പഹലെ അപ്നി കംജോരി കോ ജലാന ഹി. ദൃഢസങ്കല്പത്തിന്റെ അഗ്നിയിലൂടെ ആദ്യം തന്റെ ദൗർബല്യങ്ങളെ കത്തിച്ചു കളയണം. അപ്പൊ എന്താണ്? ദൃഢസങ്കല്പത്തിന്റെ തിരിയിലൂടെ എന്ത് ചെയ്യാണ്? ദൃഢസങ്കല്പത്തിന്റെ അഗ്നിയിലൂടെ നമ്മൾ ആദ്യം തന്റെ ദൗർബല്യങ്ങളെ കത്തിച്ചു കളയണം. തബ് മനാനയ്ക്ക് മൗജ് അനുഭവം കർ സക്കേഗി. അപ്പോഴാണ് ആഘോഷിക്കുന്നതിന്റെ ആനന്ദം അനുഭവം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ആഘോഷിക്കുന്നതിന്റെ ആനന്ദം നമ്മൾ അനുഭവം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്?
അത് എല്ലാം കത്തിച്ച് കളയുമ്പോഴേ നമുക്ക് ആ ആഘോഷിക്കുന്നതിന്റെ ആനന്ദം. അപ്പൊ അതുപോലെ ഇവിടെയും നമ്മുടെ ദൗർബല്യങ്ങളെല്ലാം കത്തിച്ച് ചാമ്പലായി പോയെങ്കിലേ നമുക്ക് അല്ലെ ആ ആനന്ദം ആഘോഷിക്കാൻ സാധിക്കുള്ളൂ. അഗർ ജലായ നഹി തോ മനാനെ കാ മൗജ് കാ അനുഭവ് സദാ കാ നഹി രഹേഗാ. നമ്മള് കത്തിച്ച് ചാമ്പലാക്കാൻ നമുക്ക് അറിയില്ലെങ്കിൽ പിന്നെ ആഘോഷത്തിന്റെ ആനന്ദം ആഘോഷിക്കുന്നത് സദാകാലം ആനന്ദം ആഘോഷിക്കാൻ പറ്റില്ല. സദാകാലം ആനന്ദം ആഘോഷിക്കണം. ആ സദാകാലം നമുക്ക് ആനന്ദം ആഘോഷിക്കാൻ സാധിക്കില്ല. ഹോളി ശബ്ദമേ ബി ജലാന ബി ഹെ മനാന ബി ഹെ. ഹോളി എന്നുള്ള വാക്കിൽ തന്നെ അടങ്ങിയിരിക്കുന്നു കത്തിച്ച് ചാമ്പലാക്കുക, ആഘോഷിക്കുക. രണ്ടർത്ഥമുണ്ട്. ഹോളി ശബ്ദത്വം പക്കഹന. ഹോളി എന്നുള്ള വാക്ക് അത്രയും പക്കയാണ്. ഹോളി അർത്ഥത് ഹോലി. ഇപ്പൊ ബാബ പറയുന്ന ഹോളി എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞത് കഴിഞ്ഞു പോയി, കഴിഞ്ഞത് കഴിഞ്ഞു പോയി, കഴിഞ്ഞു പോയത് ഫുൾ സ്റ്റോപ്പ്. കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ട് ചിന്തിച്ച് 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 മനസ്സ് അലട്ടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ബീത്തി സോ ബീത്തി. എന്ത് കഴിഞ്ഞു പോയോ അത് കഴിഞ്ഞു പോയി. ജോ ബാത് ഗുസർ ഗയി ഉസ്കോ കഹത്തെ ഹോലി. എന്ത് കഴിഞ്ഞു പോയോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹോലി. കടന്നു പോയതെല്ലാം കഴിഞ്ഞുപോയി. ജോ ഹോനാഥ വോ ഹോലി. എന്താണോ സംഭവിക്കാൻ ഉണ്ടായിരുന്നത് അതാ സംഭവിച്ചത്. എന്താണോ സംഭവിക്കാൻ ഉണ്ടായിരുന്നത് അതാണ് സംഭവിച്ചത്. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞു, പോയി, തീർന്നു. ബീത്തി സോ ബീത്തി കർണം. കഴിഞ്ഞത് കഴിഞ്ഞു, ഫുൾ സ്റ്റോപ്പ് ഇടണം. അതാണ് ഹോലി ജലാന. കഴിഞ്ഞതിനെയും കൊണ്ട് നടക്കരുത്. കഴിഞ്ഞു പോയത് എന്തെല്ലാം കഴിഞ്ഞു പോയോ അതെല്ലാം കഴിഞ്ഞു പോയ സംഗതികളാണ്. ചത്തകൊച്ചിന്റെ ജാതകം വായിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് കഴിഞ്ഞു പോയോ ആ കഴിഞ്ഞു പോയതിന് ഫുൾ സ്റ്റോപ്പ് ഇടണം. അത് കത്തിച്ച് ചാമ്പലാക്കി കളയണം. അപ്പൊ ബാപ് കെ സാമനെ ആത്തെ ഹോ തോ കഹത്തെ ഹേ മേ ബാപ് കി ഹോലി. അപ്പൊ കഴിഞ്ഞതെല്ലാം നമ്മൾ എന്ത് ചെയ്തു? കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു. ഇനി അതൊന്നും അവശേഷിക്കരുത്, ഫുൾ സ്റ്റോപ്പ്. ഇനി ബാബയുടേതായി തീർന്നു, അത് ഹോലിയാണ്. ബാബയുടെ സ്വന്തത്തിന് സ്വന്തമായി ഹോലി. പക്കേഹോന അല്ലേ? അല്ലെ, നമ്മൾ ബാബയുടേതായി തീർന്നു, ബാബയുടെ സ്വന്തത്തിന് സ്വന്തമായി. ഇതാണ് നമ്മുടെ ഗാനം, ഹൃദയം പാടുന്ന ഗാനം. ക്യോങ്കി ബാപ് ദാദാ നെ സബ്കോ തപസ്യ കാ പോത്താ മേ ദേഖാ. ബാപ് ദാദ തന്റെ എല്ലാ കുട്ടികളുടെയും തപസ്യയുടെ ചാർട്ട് നോക്കി. എല്ലാ കുട്ടികളുടെയും തപസ്സിന്റെ ചാർട്ട് നോക്കി ബാബ്. തപസ്യ അഗർ കഭി ഭി കം ഹുയി തോ ഉസ്കാ കാരണം ക്യാ ബന. അല്ലെ, തപസ്യ അഥവാ നമ്മളിൽ എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? നമ്മുടെ തപസ്യ കുറച്ച് കുറഞ്ഞു പോയി, അതിന്റെ കാരണം എന്താണ്? തപസ്യ കുറഞ്ഞു പോയതിന്റെ കാരണം എന്തായിരിക്കും അറിയാമോ? അതായത് കഴിഞ്ഞു പോയതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, അത് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. तो तपस्या अगर कभी कम हुई तो उसका कारण क्या बना? बीती को बीती करने में बिंदी के बजाय क्वेश्चन मार्क लगा दी. കഴിഞ്ഞു പോയതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അതാണ് തപസ്യ കുറഞ്ഞു പോയത്. ഈ തപസ് ചെയ്യാനിരിക്കുമ്പോഴേ എന്താ വരുന്നത്? ബാബയെ ഓർമ്മിക്കാനിരിക്കുമ്പോ എന്താ വരുന്നത് മനസ്സിലേക്ക്? എന്ത് വരുന്നു? ഈ കാര്യങ്ങളാ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബാബയെ ഓർമ്മിക്കാനിരിക്കും, കഴിഞ്ഞു പോയ സംഭവങ്ങൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബിന്ദു ഇടുന്നതിന് പകരം ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ എന്താവും? ഒരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ പുറകെ എത്ര ക്വസ്റ്റ്യൻ മാർക്ക് വരും? എത്ര ചോദ്യങ്ങൾ പിന്നെ മനസ്സിന്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും അല്ലേ? ചോട്ടീസി ഗലത്തി കർത്തേക്കോ, ചെറിയൊരു തെറ്റാ ചെയ്തത്, എന്താ? ബിന്ദു ഇടുന്നതിന് പകരം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. തപസ്യ അതോടുകൂടി തീർന്നു, കണക്ഷൻ കിട്ടില്ലേ? പിന്നെ ഒന്ന് മനസ്സിന്റെ ഉള്ളിൽ കയറി ഇരിക്കല്ലേ.
പിന്നെ എവിടെ ഇനി ബാബയെ എങ്ങനെ ഇരുത്താൻ പറ്റും? ബാബയെ എങ്ങനെ ഓർമ്മിക്കാൻ പറ്റും? ഈ പ്രശ്നങ്ങളാണ് മനസ്സിനുള്ളിൽ കയറിയിരിക്കുന്നത്. എന്റെ ചോദ്യചിഹ്നങ്ങളായിട്ട് മാറുക കുറെ ചോദ്യങ്ങള്. छोटी सी गलती करते हो हे छोटी लेकिन नुकसान बहुत बड़ा होता है. ചെറിയ തെറ്റാ ചെയ്യുന്നേ, പക്ഷേ എന്താ സംഭവിക്കുന്നത്? വലിയ നഷ്ടമാണ്, വളരെ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. तो वो क्या गलती करते हैं? എന്ത് തെറ്റാ കുട്ടികൾ ചെയ്യുന്നത്? जिसको बुलाना है उनको याद करते हैं, जिसको याद करना है उसको बुला देते हैं. നമ്മുടെ മനസ്സിൽ കഴിഞ്ഞുപോയ കാര്യങ്ങള് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചോദ്യചിഹ്നങ്ങളാവും. ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല നമ്മള്. ഫുൾ സ്റ്റോപ്പ് ഇടാതെ നമ്മൾ ചോദ്യചിഹ്നങ്ങൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ചെറിയ തെറ്റാ കുട്ടികൾ ചെയ്യുന്നത്. എന്താണ്? എന്തിനെയാണോ മറക്കേണ്ടത് അത് ഓർമ്മിക്കുകയും എന്താണോ ഓർമ്മിക്കേണ്ടത് അത് മറക്കുകയും ചെയ്യാണ്. ശരിയാണോ? 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 ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞു പോയതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലെങ്കിൽ എന്തിനെയാണോ ഓർമ്മിക്കേണ്ടത്? തപസ് ചെയ്യാൻ വന്നിരിക്കുക, ഭാവിയെ ഓർമ്മിക്കാനേ ഇരിക്കുന്നത്. വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മിക്കുന്ന മുഴുവൻ എന്താണ്? കഴിഞ്ഞു പോയ സംഭവങ്ങൾ, ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട്? അല്ലാതെ എന്തില്ല? ഭാവിയെ ഓർമ്മിക്കുന്നില്ല. അപ്പൊ എന്തിനെയാണോ മറക്കേണ്ടത് അത് ഓർമ്മിക്കുകയും എന്തിനെയാണോ ഓർമ്മിക്കേണ്ടത് അത് മറക്കുകയും ചെയ്യാണ്. तो बुलाना आता है. ബാബ ചോദിക്കണം, മറക്കാൻ അറിയാമോ കുട്ടികൾക്ക്? ബാബോ ഭൂലന നഹീ ചാഹത്തെ ഹോ तो भी भूल जाते हो. ബാബയെ മറക്കാൻ കുട്ടികൾക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞുപോയ പ്രശ്നങ്ങൾ, കഴിഞ്ഞുപോയ ഭൂതകാലത്തിന് നമ്മള് അല്ലെ എന്താണോ കടന്നു പോകുന്നത് അതെല്ലാം പാസ്റ്റ് ആണ് അല്ലെ. ആ കഴിഞ്ഞു പോയതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലെങ്കിൽ ബാബയെ ഓർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചാലും ഓർമ്മിക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് ബാബയെ മറക്കാൻ ആഗ്രഹമൊന്നുമില്ല അല്ലേ. ബാബയെ മറക്കാൻ ഇഷ്ടമേ ഇല്ല, പക്ഷെ മറക്കാണ്. और जिस समय भूलना चाहिए उस समय क्या कहते हो? പക്ഷെ എന്താണോ മറക്കേണ്ടത് ആ സമയത്ത് നമ്മൾ എന്ത് പറയും? മറക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ മറക്കാൻ പറ്റുന്നില്ല. അവരെന്നോട് അങ്ങനെ ചെയ്തത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞുപോയ ആ സംഭവം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അവരെന്നോട് കാണിച്ചത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. तो बोलना चाहते हैं लेकिन भूले नहीं. അല്ലെ, മറക്കാൻ ആഗ്രഹിക്കുന്നത് മറക്കാനും കഴിയുന്നില്ല. ബാർ ബാർ യാദാത്ത, മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി തികട്ടി ഓർമ്മ വരിക. അതിങ്ങനെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുക. ജിസ് സമയം ഭൂലനാകെ ഉസ് സമയം യാദ് കർത്തേ. എപ്പോഴാണോ അത് മറക്കേണ്ട ആവശ്യകതയുള്ളത് ആ സമയത്ത് ഓർമ്മിക്കും. അല്ലെ, യോഗ ചെയ്യുന്നതിന് പകരം എന്താണ്? ഈ കാര്യങ്ങളെല്ലാം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ ക്യാ യാദ് കർനാ ഹേ ഓർ ക്യാ ഭൂൽനാ ഹേ. നമ്മൾ ചിന്തിക്കണം, എന്താണ് ഞാൻ ഓർമ്മിക്കേണ്ടത്, എന്താണ് ഞാൻ മറക്കേണ്ടത്. ജിസ് സമയം ഭൂൽനാ ഹേ ഉസ് സമയം യാദ് കർത്തേ. ജിസ് സമയം യാദ് കർനാ ഹേ ഉസ് സമയം ഭൂൽ ജാത്തേ. ഏത് സമയത്താണ് മറക്കേണ്ടത് ആ സമയത്ത് ഓർമ്മിക്കുന്നു, ഏത് സമയത്താണ് ഓർമ്മിക്കേണ്ടത് ആ സമയത്ത് മറക്കുന്നു. ചോട്ടിസി ഗൽത്തിഹനാണ്, ഈ ചെറിയ തെറ്റ് മതിയല്ലോ. ഇസ്കോ ഹോലി കർദോ ജലാദോ. എന്ത് ചെയ്യണം? കഴിഞ്ഞതിനെല്ലാം അല്ലെ വീണ്ടും മനസ്സിലേക്ക് വരുന്നത് വേസ്റ്റ് ആണ്. അതുകൊണ്ട് അതിനെല്ലാം കത്തിക്കണം. അപ്പൊ പറയുന്നതെല്ലാം കത്തിക്കും. तो याद करना और बोलना दोनों ही बातें आती है, लेकिन क्या याद करना और क्या बोलना है. तो अंश से कदम कर दो. ബാബ പറയാൻ ഇതെല്ലാം കത്തിച്ചു കളയൂ. അംശം പോലും സമാപ്തമാകും, കത്തിച്ച് ചാമ്പലാകും. ജ്ഞാനിത്വ ആത്മാവന, കാരണം നമ്മൾ ആരാണ്? ജ്ഞാനസ്വരൂപ ആത്മാവാണ്. ജ്ഞാനത്തിന്റെ ധാരണാസ്വരൂപരായ ആത്മാക്കളാണ്.
ജ്ഞാനി കാ അർത്ഥ ഹേ സമജ്ദാർ. ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിവേകശാലി. ജ്ഞാനി എന്ന് പറഞ്ഞാൽ വിവേകശാലിയാണ്. ആപ്തോ തീനോ കാലം കെ സമജ്ദാർ ഹോ. നമ്മൾ കുട്ടികളും 3 കാലങ്ങളെ കുറിച്ചുള്ള വിവേകശാലികളാണ്. इसलिए होली मनाना अर्थात इस गलती को जलाना. അതുകൊണ്ട് ഹോളി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് ബാബ പറയുന്നത്? ഈ തെറ്റിനെ, നമ്മൾ ഈ കാണിക്കുന്ന തെറ്റുണ്ടല്ലോ, എന്തെല്ലാം കഴിഞ്ഞു പോയി അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ലല്ലോ, ആ തെറ്റിനെ ആദ്യം കത്തിച്ചു കളയുക. ഈ തെറ്റ് ആവർത്തിക്കരുത് ഇനി, അല്ലെ? ഈ തെറ്റ് നമ്മൾ കത്തിച്ചു കളയണം. എന്നുവെച്ചാൽ എന്തെല്ലാം കഴിഞ്ഞു പോയോ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടണം. കഴിഞ്ഞു പോയതെല്ലാം മനസ്സിൽ നിന്ന് കത്തിച്ചു കളയണം. ഇതാണ് ഹോളി ആഘോഷിക്കുക. ജോ ഭൂൽനാ ഹേ വോ സെക്കൻഡ് മേ ഭൂൽ ജായേ. എന്താണോ മറക്കേണ്ടത് സെക്കൻഡിൽ മറക്കാൻ കഴിയണം. ജോ യാദ് കർനാ ഹേ വോ സെക്കൻഡിൽ യാദ് ആ ജായേ. എന്താണോ ഓർമ്മിക്കേണ്ടത് അത് സെക്കൻഡിൽ ഓർമ്മ വരണം. എന്താണോ മറക്കേണ്ടത് അത് സെക്കൻഡിൽ മറക്കാൻ കഴിയണം. കാരണം സിർഫ് ബിന്ദി കെ ബജായ് ക്വസ്റ്റ്യൻ മാർക്ക് ഹേ. കാരണം അല്ലെ, കാരണം എന്താ? ഈ തെറ്റിന്റെ കാരണം എന്താ? ബിന്ദുവിന് പകരം ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ബിന്ദുവിന് പകരം ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ മാർക്ക് ഇടരുത്, ബിന്ദു ഇടാൻ പാടുള്ളൂ. അതുകൊണ്ട് മറക്കേണ്ടത് സെക്കൻഡിൽ മറക്കാനും ഓർമ്മിക്കേണ്ടത് സെക്കൻഡിൽ ഓർമ്മിക്കാനും നമുക്ക് കഴിയണം. ക്യോ സോച്ചാ ക്യൂ ശുരു ഹോ ഗയാ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ ചോദ്യചിഹ്നങ്ങളുടെ ക്യൂ വന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു ചോദ്യം വന്നേ ഉള്ളൂ, ഒരു ഡസൻ ചോദ്യമായി ഒറ്റ നിമിഷം വന്നു. तो ऐसा वैसा क्यों क्या बड़ी क्यों शुरू हो जाती है അല്ലേ? അപ്പൊ എന്താണ് ऐसा वैसा क्यों क्या, ഇങ്ങനെ അങ്ങനെ അല്ലേ, എന്തുകൊണ്ട്, എന്ത്, ഇങ്ങനെ വലിയൊരു ക്യൂ ഉണ്ടാവുകയാണ്. സിർഫ് ക്വസ്റ്റ്യൻ മാർക്ക് ലഗാനെ സെ. എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത് കൊണ്ടാണ്, അല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടപ്പോഴേക്കും ഇത് സംഭവിച്ചു. പിന്നെ യോഗം വരുമോ? ഭാവി ഓർമ്മിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താണ് മറക്കേണ്ടത് അത് ഓർമ്മിച്ചുകൊണ്ടിരിക്കും, എന്താണ് ഓർമ്മിക്കേണ്ടത് അത് മറന്ന അവസ്ഥയിലാണ്. ബിന്ദി ലഗാദത്തൊക്കെ ആവുക. പക്ഷെ ബിന്ദു വിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആപ്പി ബിന്ദി ബാപ്പി ബിന്ദി വ്യർത്ഥക്കോപ്പി ബിന്ദി ഫുൾ സ്റ്റോപ്പ്. ബിന്ദു വിട്ടാലുള്ള ഗുണം എന്താണ്? നമ്മളും ബിന്ദുവാണ്, നമ്മുടെ ബാബയും ബിന്ദുവാണ്. വ്യർത്ഥതയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ആകുന്ന ബിന്ദു വിട്ടു. വ്യർത്ഥതയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ആകുന്ന ബിന്ദു വിട്ടു. സ്റ്റോപ്പ് ബി നഹി, ഫുൾ സ്റ്റോപ്പ്. സ്റ്റോപ്പ് അല്ല, പിന്നെന്താണ്? ഫുൾ സ്റ്റോപ്പ്. വെറും സ്റ്റോപ്പും വിട്ടാലും പോരാ, ഫുൾ സ്റ്റോപ്പ്. इसको कहा जाता है होली. ആ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിനെയാണ് ഹോളി എന്ന് പറയുന്നത്. और इस होली से सदा बाप के संग के रंग की होली. ഈ വ്യർത്ഥതയ്ക്ക് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ, ചോദ്യചിഹ്നങ്ങൾ വരാതെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ബാബ പറയാണ് പിന്നെ ബാബയുടെ കൂട്ടുകെട്ടിന്റെ നിറങ്ങളിൽ ആ ചായങ്ങളിൽ മുങ്ങാം, യഥാർത്ഥ ഹോളി ആഘോഷിക്കാം. ബാബ നമ്മളെ നിറങ്ങൾ പൂശി കളർഫുൾ ആക്കും, അല്ലെ? വർണ്ണ പകിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമകളായിട്ട് മാറാൻ കഴിയും. तो इस होली से सदा बाप के संग के रंग की होली മിലൻ ഹോളി മനാത്തെ രഹിക്കെ. അങ്ങനെ ബാബയുമായുള്ള കൂടിക്കാഴ്ചയുടെ ഹോളി നമുക്ക് ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കാൻ കഴിയും. സബ്സെ പക്ക രംഗ് കോൺസാ ഹേ. ഏറ്റവും പക്ക നിറം ഏതാണ്? जैसे स्थूल रंग बल कितना भी पक्के हो, लेकिन सबसे श्रेष्ठ सबसे पक्का रंग बाप के संग का रंग है. ബാബ പറയാണ് മായാതെ നിറം പൂശി കഴിഞ്ഞാലേ ആ നിറം നമ്മളിൽ അതുപോലെ തന്നെ നിലനിൽക്കുക. ഇപ്പൊ ഡൈ അടിച്ചാൽ 1 മാസം നിലനിൽക്കുന്ന പോലെ എന്താണ് പക്ക നിറം, അല്ലേ?
ഒരാഴ്ച നിലനിൽക്കുന്ന നിറം പൂശാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? 1 മാസം 2 മാസം നിലനിൽക്കുന്ന നിറം പൂശാനെ ഇഷ്ടപ്പെടൂ അല്ലെ? എന്ന് പറഞ്ഞതുപോലെ എന്താണ്, നല്ല പക്കായിട്ടുള്ള നിറമായിരിക്കണം നമ്മളിൽ പതിയേണ്ടത്. അപ്പൊ ആ നിറം ഏതാണ് എന്ന് ബാബ ചോദിക്കുക. ബാബ പറയാണ്, സ്ഥൂലമായ നിറങ്ങൾ അല്ലെ എത്ര തന്നെ നല്ല പക്ക നിറങ്ങളാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഉറച്ചു പോകുന്ന ആ നിറങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നിറം ഏതാണ്? ബാബയുടെ കൂട്ടുകെട്ടിന്റെ നിറമാണ്. നമ്മളിൽ ആഴത്തിൽ പതിയേണ്ടത്, ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധത്തിൽ ആഴത്തിൽ പതിയേണ്ടത് എന്താണ്? ബാബയുടെ കൂട്ടുകെട്ടിന്റെ നിറമാണ്. ഈ രംഗസെ മനാവൂ, ഈ നിറക്കൂട്ടുകളിൽ ബാബയുടെ അല്ലെ, ബാബ നമ്മളിൽ പൂശുന്ന ചായക്കൂട്ടുകളിൽ അല്ലെ നമ്മൾ ഹോളി ആഘോഷിക്കണം. ഈ നിറങ്ങളാണ് നമ്മളില് നിറച്ച് ആഘോഷിക്കേണ്ടത്. ആപ്ക യാദഗാർ ഗോപു ഗോപിയോ കെ ഹോളി മനാനേക്കാഹി, നമ്മുടെ ഓർമ്മ ചിഹ്നം ഗോപ ഗോപികമാരുടെ ഹോളി ആഘോഷത്തിൻ്റെതാണ്. तो उस चित्र में क्या दिखाते हैं അല്ലെ? ആ ചിത്രത്തിൽ എന്താ കാണിച്ചിരിക്കുന്നത്? बाप और आप दोनों संघ का रंग में होली खेलते हैं അല്ലെ? ബാബറിന്റെ ചിത്രത്തിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ബാബയും നിങ്ങൾ കുട്ടികളും അല്ലെ ഒരുമിച്ച് ഹോളി, രാധയും കൃഷ്ണനും ഗോപികമാരും എല്ലാം ഹോളി ആഘോഷിക്കുന്നു. അത് ശരിക്കും എന്താണ്? ബാബയും നമ്മൾ കുട്ടികളും അല്ലെ ഈ സംഗമയുഗത്തില് അല്ലെ അനശ്വരമായ കൂട്ടുകെട്ടിന്റെ ആ നിറങ്ങൾ അല്ലെ, ആ നിറങ്ങളുടെ ആഘോഷം നടത്തുകയാണ്. ബാബയുടെ കൂട്ടുകെട്ടിലൂടെ നമ്മുടെ ആത്മാവിൽ വന്ന് നിറയുന്ന ആ ഗുണങ്ങളുടെ ശക്തികളുടെയും ആ വ്യത്യസ്തമായ വർണ്ണക്കൂട്ടുകൾ അല്ലെ ചായക്കൂട്ടുകളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ബാബയും നമ്മൾ ഒരുമിച്ച് ഹോളി കളിക്കുകയാണ്. ഏകേക ഗോപു ഗോപിക്ക് സാത്ത് ഗോപി വല്ലഭ് ദിക്കാത്തെ, ഓരോ ഗോപികയുടെയും കൂടെ ആരെ കാണിക്കുന്നുണ്ട്? ഗോപി വല്ലഭനെ കാണിക്കുന്നുണ്ട് അല്ലേ? അതാണ് കൂട്ടുകെട്ട്. നമ്മൾ ഓരോ കുട്ടികളുടെയും കൂട്ടുകെട്ട് ആരുടെ കൂടെയാണ്? ബാബയുടെ കൂടെയാണ് അല്ലേ? അപ്പൊ ഇതാണ് ഓരോ ഗോപികയുടെയും കൂടെ ഗോപി വല്ലഭനെ കാണിക്കുന്നത്. ഏ സംഘ് ഹോഗയാ സാത്വാ സംഘ് അവിനാശി ഹോളിയെ. അതുകൊണ്ട് ബാബയുടെ കൂട്ടുകെട്ട് അല്ലെ അതാണ് അനശ്വരമായ ഹോളി. ബാബ്കെ സംഘ്കെ രംഗക്കി യാദ്ഗാർ, ബാബയുടെ കൂട്ടുകെട്ടിന്റെ വർണ്ണങ്ങളുടെ ഓർമ്മചിഹ്നം ഹോളി രാസ്കെ സാത്ത് കെ രൂപമേ ദിക്കായി, അതാണ് ഹോളി നൃത്തത്തിന്റെ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഹോളി നൃത്തത്തിന്റെ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അല്ലെ? ബാബയും നമ്മളും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ വർണ്ണങ്ങളാണ്. ജോ ഹോളി മനാനെ ആത്തി ഹെ तो ये हो गया क्या करना चाहते नहीं लेकिन हो जाता है, आज से इसकी ഹോളി ജലാവോ അല്ലെ? ചില കുട്ടികൾ പറയും, ബാബ ഇങ്ങനെ സംഭവിച്ചു, എന്ത് ചെയ്യാനാ ബാബ, ഞാൻ ആഗ്രഹിച്ചിട്ടല്ല പക്ഷെ സംഭവിച്ചു പോയി. ബാബ പറയാണ്, ഇന്ന് മുതൽ ആ ഹോളി കത്തിക്കും. എന്ത് കഴിഞ്ഞു പോയോ അല്ലെ കത്തിക്കും, സമാപ്തകരും, അതിനെ സമാപ്തമാക്കും. മാസ്റ്റർ സർവശക്തിമാൻ കബി സങ്കല്പേ ബി സോച്ച് നഹീ സക്തേ, മാസ്റ്റർ സർവശക്തിമാനായിട്ടുള്ള കുട്ടികള് കഴിഞ്ഞു പോയതിനെ വീണ്ടും ഓർത്തുകൊണ്ടിരിക്കില്ല അല്ലേ? അപ്പൊ ബാബ പറയാണ് അതെല്ലാം കത്തിച്ചു കളയും, സമാപ്തമാക്കും. ഡബിൾ വിദേശി ബി അച്ചി സേവാക്കി വൃദ്ധി വൃദ്ധിമേ ആകെ ബഡ് രഹി. ഡബിൾ വിദേശികളായിട്ടുള്ള കുട്ടികള് നല്ല സേവനത്തിന്റെ വൃദ്ധിയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബാബ് സബി പ്യാറെ സേവാ സബി പ്യാറെ. ഡബിൾ വിദേശികൾക്ക് ബാബയുടെ സ്നേഹമുണ്ട്, സേവനത്തിനോട് സ്നേഹമുണ്ട്. സേവ അർത്ഥാത് സ്വ ഓർ സർവ ആത്മാവോക്കെ സാക്ഷാത് സേവ. സേവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വ ആത്മാ അല്ലെ, ബാബ പറയുന്നത് സ്വയത്തിന്റെയും സർവ ആത്മാക്കളുടെയും ഒപ്പം സേവ. സ്വന്തം പുരുഷാർത്ഥം സ്വയത്തിന്റെ സേവയാണ് ഇല്ലേ, മറ്റുള്ളവരുടെ സേവ എന്ന് പറയുന്നത് സേവയാണ്. അപ്പൊ ബാബ പറയാണ് കുട്ടികൾക്ക് ബാബയോട് സ്നേഹമുണ്ട്, സേവനത്തിനോട് സ്നേഹമുണ്ട്. സേവ എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വയത്തിന്റെ ആത്മ ഉന്നതിയിലേക്കുള്ള പുരുഷാർത്ഥവും പിന്നെ മറ്റുള്ളവരുടെ സേവനവും. സർവ ആത്മാവോക്ക് സാക്ഷാത് സേവ, സർവ ആത്മാക്കളുടെയും എന്താണ് ഒരുമിച്ച് സ്വയത്തിന്റെയും സർവ ആത്മാക്കളുടെയും ഒപ്പം സേവ ചെയ്യണം. ബാബ് സബി പ്യാറെ സേവ സബി പ്യാറെ.
കുട്ടികൾക്ക് ബാബയുടെ സ്നേഹമുണ്ട്, സേവനത്തിനോട് സ്നേഹമുണ്ട്. പെലെ സോ സോ സ്ഥിതി വാലേ ഹി, അല്ലെ? ആദ്യം വേണ്ടത് എന്താണ്? സ്വസേവനമാണ്, സ്വന്തം പുരുഷാർത്ഥമാണ്. സ്വന്തം സ്ഥിതിയുള്ള കുട്ടികൾക്ക് മറ്റുള്ളവരുടെ സേവ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ സേവനം ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്വയത്തിന്റെ സ്ഥിതി വേണം. സ്വന്തം ആത്മോന്നതി ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് മറ്റുള്ളവരുടെ സേവനം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആത്മാവും പരിസ്ഥിതിയോ സെ നിക്കാൽ സക്തേ ഹൈ, ആത്മാക്കളെ അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന പരിതസ്ഥിതികളിൽ നിന്നും രക്ഷിക്കാൻ കഴിയും. സേവാക്കി സഫലത ഹി ഹൈ സോ ഓർ സർവ്വ ബാലൻസ് की സ്ഥിതി. അല്ലെ? സേവനത്തിന്റെ സഫലത എന്ന് പറഞ്ഞാൽ എന്താണ്? സേവനത്തിന്റെ സഫലതയാണ് സ്വയത്തിന്റെയും സർവരുടെയും ബാലൻസിന്റെ സ്ഥിതി. അപ്പോ ബാബ പറയാണ്, അപ്പൊ സ്വന്തം സ്ഥിതി നമുക്കുണ്ടെങ്കിൽ മറ്റു ആത്മാക്കളെയും അവരുടെ മുന്നിൽ വന്ന പരിതസ്ഥിതികളെ പരീക്ഷണങ്ങളിൽ നിന്ന് പുറത്തെടുക്കാൻ, അവരെയും നമുക്ക് ആ വിഘ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. അല്ലെ? സേവനത്തിന്റെ സഫലത സ്വയത്തിന്റെ പുരുഷാർത്ഥവും അല്ലെ സർവരുടെ സേവയും തമ്മിലുള്ള ബാലൻസിന്റെ സ്ഥിതിയാണ്. ഒരിക്കലും നമ്മളിങ്ങനെ പറയരുത്, ഞാൻ സേവനത്തിൽ വളരെ ബിസി ആയിരുന്നു, അതുകൊണ്ട് എന്റെ സ്ഥിതിയുടെ ചാർട്ട് വളരെ അയഞ്ഞു പോയി, ലൂസായി. അല്ലെ? എന്റെ സ്വസ്ഥിതിയുടെ ചാർട്ട്, എന്റെ സ്വന്തം പുരുഷാർത്ഥത്തിന്റെ ചാർട്ട് വളരെ ലൂസായി, കാരണം ഞാൻ സേവയിൽ വളരെ ബിസി ആയിരുന്നു. ഏക് തരഫ് കമായ ദൂസരെ തരഫ് ഗവായ, ഒരു ഭാഗത്ത് നമ്മൾ സമ്പാദിച്ചു, മറുഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി കളഞ്ഞു. ബാക്കി എന്താ അവശേഷിക്കുന്നത്? അല്ലെ? ഒരു ഭാഗത്ത് നമ്മൾ സമ്പാദിച്ച് മറുഭാഗത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞെങ്കിൽ ബാക്കി എന്താ അവശേഷിക്കുന്നത്? इसलिए जैसे बाप और आप कंबाइंड हो, ശരീരം ഒരു ആത്മ കമ്പൈൻഡ്. ബാബയും കുട്ടികളും കമ്പൈൻഡ് ആണ്, ശരീരവും ആത്മാവും കമ്പൈൻഡ് ആണ്. ഇസ്കാ ഭവിഷ്യ വിഷ്ണു സ്വരൂപ് കമ്പൈൻഡ് ഹെ, ഭാവിയിലെ നമ്മുടെ വിഷ്ണു സ്വരൂപവും കമ്പൈൻഡ് ആണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള നാരായണനാകണം, നമ്മുടെ ഉള്ളിലുള്ള നാരി ലക്ഷ്മിയാകണം. അപ്പൊ അത് നമ്മൾ എന്ന് പറയുന്ന ഒരു ആത്മാവ് എന്താണ്? ലക്ഷ്മി നാരായണ കമ്പൈൻഡ് ഫോം ആണ്. तो ऐसे സ്വ സേവ ഓർ സർവ്വയ്ക്ക് സേവ കമ്പൈൻഡ്. അതുകൊണ്ട് അതേപോലെ സ്വയത്തിന്റെ സേവയും സർവരുടെയും സേവയും കമ്പൈൻഡ് ആയിരിക്കണം. ഇസ്കോ അലഗ് നഹി കർ, സ്വന്തം പുരുഷാർത്ഥവും സേവയും വേറെ വേറെ ആക്കരുത്. അല്ലേ? സേവ എത്രയുണ്ടോ അതുപോലെ തന്നെ സ്വന്തം പുരുഷാർത്ഥവും തീവ്രമായിരിക്കണം. അത് കമ്പൈൻഡ് ആയിട്ട് വെക്കണം. നഹി തോ മേഹനത് സേ ജ്യാദാ സഫലത കം ഹോത്തി ഹൈ, ഇല്ലെങ്കിലും പരിശ്രമം കൂടുതലും സഫലത കുറഞ്ഞും പോകും. അല്ലെ? പരിശ്രമം കൂടുതലും സഫലത കുറഞ്ഞും പോകും. आगरा हो गया। इस ग्रुप के चार्ट में भी सेकंड नंबर से आता है. ബാബ പറയാണ്, ഈ ഗ്രൂപ്പിൽ വന്നിരുന്ന കുട്ടികളുടെ ചാർട്ടിൽ സെക്കൻഡ് നമ്പറിലുള്ളവരാണ് കൂടുതൽ. ഫസ്റ്റ് ബി കം ഹേ ഓർ 14 5 ബി കം ഹേ. ഫസ്റ്റും കുറവാണ്, നാലാമതും അഞ്ചാമതുള്ളവരും കുറവാണ്, സെക്കൻഡ് വരെ ആണ് എത്തിയിട്ടുള്ളൂ. മനസ്സിലായി? കുട്ടികൾ സെക്കൻഡ് വരെ എത്തിയിരിക്കുക, ഫസ്റ്റിലേക്ക് വരണം. സെക്കൻഡ് കെ ബാദ് ആകെ ക്യാ ഹേ, സെക്കൻഡിന് ശേഷം മുന്നിൽ ഫസ്റ്റ് ആണ്. സെക്കൻഡ് തക്ക് കഥം രക്കില്ല, സെക്കൻഡ് വരെയും ചൂട് വെച്ച് കഴിഞ്ഞു. ബാക്കി അഭി ഏക് കഥം ഫസ്റ്റ് മേ രഖ്നാ ഹേ. അപ്പൊ ബാബ പറഞ്ഞു, അതുകൊണ്ട് ഇപ്പൊ നമ്മള് എന്താണ് മുന്നോട്ട്, സെക്കൻഡിൽ നിന്ന് നമ്മൾ മുന്നോട്ട് ഫസ്റ്റിലേക്ക് ചൂട് വെച്ച് വരണം. ഉസ്കി വിധി ഹേ, അങ്ങനെ നമ്മള് ഫസ്റ്റിലേക്ക് വരണമെങ്കിൽ കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സേവനം ചെയ്യണം. അതിനുള്ള വിധി എന്താണ്? ഫസ്റ്റ് നമ്പറിലേക്ക് വരാനുള്ള വിധി എന്താണ്? കമ്പൈൻഡ് സ്വരൂപത്തിലുള്ള സേവനം ചെയ്യണം. എന്താ കമ്പൈൻഡ് സ്വരൂപം? സ്വസേവനം, സർവരുടെ സേവനം. സ്വന്തം പുരുഷാർത്ഥാണ് സ്വസേവനം. അല്ലെ? സ്വസേവനം, സർവരുടെ സേവനം. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. സ്വയം നമ്മൾ നല്ല പുരുഷാർത്ഥം ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ട് പുരുഷാർത്ഥം ചെയ്യും. ബच्चे सेवा का खेल बना रही. കുട്ടികള് സേവനത്തിന്റെ നല്ല കളിയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്.
तो बाप दादा ने इशारा दिया था कि अभी समय प्रमाण सेवा जो की वो बहुत अच्छी की, इससे बाप को अपने को प्रत्यक्ष किया. അപ്പൊ ബാബ കുട്ടികൾക്ക് അല്ലെ, ബാബ പറഞ്ഞു കുട്ടികളുടെ സേവനത്തിന്റെ പ്ലാൻ നിർമ്മിക്കണം. ബാപ്ദാദ കുട്ടികൾക്ക് സൂചന നൽകിയിരുന്നു. ഇപ്പോഴത്തെ സമയം അനുസരിച്ച് സേവനം വളരെ നല്ല രീതിയിൽ ചെയ്തു അല്ലെ. ഇതിലൂടെ ബാബയെയും സ്വയത്തെയും പ്രത്യക്ഷമാക്കി അല്ലെ. വായുമണ്ഡലവും വൈബ്രേഷനും പരിവർത്തനപ്പെടുത്തി. സ്നേഹി ഓർ സഹയോഗി ആത്മായെ ചാരോ ഓർ കോഫി സംഖ്യമേ നദിക്കാകെ. സ്നേഹി സഹയോഗി ആത്മാക്കൾ നാനാ ഭാഗത്തു നിന്നും അല്ലെ വലിയൊരു സംഖ്യയിൽ ബാബയുടെ സമീപത്തേക്ക് എത്തി. അഭി ऐसी सेवा करो एक द्वारा अनेकों की सेवा. ഇപ്പോൾ അങ്ങനെയുള്ള സേവ ചെയ്യണം, ഒന്നിലൂടെ അനേകരുടെ സേവ. സാരേ വിശ്വക്കോ സന്ദേശ് ദേനാ ഹൈ. മുഴുവൻ വിശ്വത്തിനും സന്ദേശം നൽകണം. एक को संदेश देते जो राजधानी में आने वाली आत्माएं हैं അല്ലെ. അങ്ങനെ ഓരോരുത്തർക്കും സന്ദേശം നൽകി നമ്മുടെ രാജധാനിയിൽ വരാൻ പോകുന്ന ആത്മാക്കള് वो अपने भाग्य बनाकर आ गई है. അങ്ങനെ ബാബ പറയുന്നത് നമ്മുടെ രാജധാനിയിൽ വരാനുള്ള ആത്മാക്കള് അവരവരുടെ ഭാഗ്യം ഉണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞു. तो अभी संदेश देने का संख्या निकले हुए राज्य अधिकारी बच्चों से ज्यादा है. അപ്പോ ബാബ പറഞ്ഞു അങ്ങനെ ഓരോരുത്തർക്കും ബാബയുടെ സന്ദേശം നൽകി രാജധാനിയിലേക്ക് വരുന്ന ആത്മാക്കൾ അല്ലെ അവരുടെ ഭാഗ്യം നിർമ്മിച്ചിട്ട് മുന്നിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ സന്ദേശം നൽകുന്ന ആ സംഖ്യ, സന്ദേശം നൽകുന്നതിന്റെ സംഖ്യ രാജ്യാധികാരി കുട്ടികളെക്കാൾ കൂടുതലാണ്. എന്ന് വെച്ചാൽ എത്ര പേർക്ക് നിങ്ങൾ സന്ദേശം കൊടുത്തോ ആ സംഖ്യ എന്താണ് രാജ്യാധികാരി കുട്ടികളെക്കാൾ കൂടുതലാണ്. राज्य फैमिली में आने वाले राज्य तख्त पर बैठने वाले दोनों ही अच्छे निकाले ही. ബാബ പറഞ്ഞു രാജ കുടുംബത്തിൽ വരുന്ന ആത്മാക്കള്, രാജസിംഹാസനത്തിൽ വരുന്ന ആത്മാക്കള് രണ്ട് കൂട്ടരെയും അല്ലെ, രണ്ട് കൂട്ടരെ ആരൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ട്. രാജ സിംഹാസനത്തിന് അധികാരിയാകുന്ന കുട്ടികളും അതുപോലെ രാജ കുടുംബത്തിൽ വരുന്ന കുട്ടികളും. लेकिन अभी तो संदेश देने का संख्या निकले हुए हैं. राज्य अधिकारी बच्चों से ज्यादा है. അപ്പൊ ബാബ പറഞ്ഞ സന്ദേശം നൽകിയവരുടെ സംഖ്യയാണ് രാജ്യ അധികാരി കുട്ടികളെക്കാൾ കൂടുതൽ. രാജ്യ ഫാമിലി മേ ആനെ വാലെ രാജ്യ തഖ്ത് പർ ബൈഠനെ വാലെ ദോനോ കി അച്ഛൻ നിക്കലേ. രാജ കുടുംബത്തിൽ ഇരിക്കുന്നവരും രാജ സിംഹാസനത്തിൽ ഇരിക്കുന്ന കുട്ടികളും അല്ലെ അങ്ങനെയുള്ള നല്ല കുട്ടികളും അല്ലെ വന്നിട്ടുണ്ട്. രാജ്യ അധികാരി ഹി ആപ് ലോഗ് ഹി ബനെങ്കെ. രാജ്യ അധികാരി നിങ്ങൾ കുട്ടികളാണ് ആകാൻ പോകുന്നത്. ആ ബനെങ്കെ യാ ഓരോക്ക് ബനായെങ്കെ അല്ലെ. ബാബ ചോദിച്ചു രാജ്യാധികാരികളായിട്ട് നിങ്ങൾ മാറുമോ അത് മറ്റുള്ളവരെ ആക്കി മാറ്റൂ, ഇങ്ങനെയാണ്. രാജ്യാധികാരി ബി ആപ് ലോഗ് ഹി ബനെങ്കെ അല്ലെ. രാജ്യാധികാരിയായിട്ട് മാറുന്നത് നമ്മൾ തന്നെയാണ്. ആ ബനെങ്കെ യാ ഓരോക്ക് ബനായെങ്കെ നമ്മളാകും മറ്റുള്ളവരെ നമ്മൾ ആക്കി തീർക്കും. दूसरों की राज्य अधिकारी बनाएंगे और तब क्या बनेंगे. അപ്പൊ മറ്റുള്ളവരുടെ രാജ്യാധികാരിയായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മൾ അല്ലെ നമ്മൾ ആരാകും. മറ്റുള്ളവരുടെ രാജ്യാധികാരിയായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മൾ ആരാകും ബാബ ചോദിക്കാണ്. अच्छा कल्प कल्प बरसा लेने के लिए नए नए बच्चे भी पहुंच गए. കൽപ്പകൽപ്പം ബാബയുടെ അടുക്കൽ നിന്ന് സ്വത്ത് നേടുന്നതിന് വേണ്ടി പുതിയ പുതിയ കുട്ടികളും എത്തിച്ചേർന്നു. इसके लिए बाप दादा വെൽക്കം कर रहे हैं. ഇതിനു വേണ്ടി ബാപ്പ് ദാദ കുട്ടികളെ വെൽക്കം ചെയ്യുകയാണ്. और नए बर्थडे की मुबारक दे रहे हैं. പുതിയ ബർത്ത്ഡേയുടെ ആശംസകൾ നൽകുകയാണ്. अच्छा चारों ओर के सेकंड में सर्व कंबाइंड स्थिति में स्थित रहने वाली. നാനാഭാഗത്തുമുള്ള കമ്പൈൻഡ് സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന സർവ കുട്ടികൾ. സദാ കമ്പൈൻഡ് സേവമേ അദക് സേവാസി നിമിത്ത ബന്യവാലി. സദാ കമ്പൈൻഡ് സേവനത്തിൽ അക്ഷീണ സേവയിൽ നിമിത്തമായിരിക്കുന്ന കുട്ടികൾ. സദാ ഭീതിക്കർ സർവ ബാപ് കെ സംഘ കെ രംഗമേ ഹോളി മനാനെ വാലെ ഹോളി ഹം സബ് ആയി. എന്തെല്ലാം കഴിഞ്ഞു പോയോ, കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയി എന്ന് സദാ മനസ്സിലാക്കി സദാ ബാബയുടെ കൂട്ടുകെട്ടിന്റെ നിറങ്ങൾ അല്ലെ, കൂട്ടുകെട്ടിന്റെ നിറങ്ങളുടെ ഹോളി ആഘോഷിക്കുന്ന ഹോളി ഹംസങ്ങൾക്ക് സദാ തീനോ കാലോസെ വർഷത്തെ ഖുഷിമേ രഹനെ വാലെ
മൂന്ന് കാലങ്ങളുടെയും സ്വത്തിന്റെ സന്തോഷം സദാ അനുഭവം ചെയ്യുന്ന സദാ സാക്ഷിബൻ പ്രകൃതി മായക്ക് കേൾ ദേഖ്നെ വാലെ, സാക്ഷിയായിട്ട് പ്രകൃതിയുടെയും മായയുടെയും കളി കാണുന്നു. ഏസെ വിജയി ഉർത്തി കലാവാലെ, അങ്ങനെയുള്ള വിജയിയായ പറക്കുന്ന കലയിലുള്ള കുട്ടികൾക്ക്. സദാ ഫരിഷ്ത സ്വരൂപ സാമനെ അനുഭവം കർണെ വാലെ, സദാ മാലാക സ്വരൂപത്തിന്റെ സ്വയത്തെ അനുഭവം ചെയ്യുന്ന കുട്ടികൾ. ശ്രേഷ്ഠ ആത്മാവും കോ യാദ് പ്യാർ ഓർ നമസ്തേ, അങ്ങനെയുള്ള ശ്രേഷ്ഠ ആത്മാക്കൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്തേയും. റുഹാനി ബാപ് की रूहानी बच्चों को नमस्ते, रूहानी बच्चों की रूहानी बाप को नमस्ते. वरदान दृढ़ संकल्प रूपी व्रत द्वारा अपनी वृत्तियों को परिवर्तन करने वाले महान आत्मा भव. ദൃഢസങ്കല്പമാകുന്ന വ്രതത്തിലൂടെ, ദൃഢസങ്കല്പത്തിന്റെ വ്രതത്തിലൂടെ തന്റെ മനോവൃത്തികളെ പരിവർത്തനം ചെയ്യുന്ന മഹാനാത്മാഭവം. വ്രതം എന്തിനാണ് അനുഷ്ഠിക്കുന്നത്? വൃത്തിയെ പരിവർത്തനം ചെയ്യാൻ വേണ്ടിയത്. മനോവൃത്തി മഹാനാത്മാവാകുന്നതിന്റെ ആധാരം പവിത്രതയുടെ വ്രതം പ്രതിജ്ഞാ രൂപത്തിൽ ധാരണ ചെയ്യുക. മഹാനാത്മാവാകുന്നതിന്റെ ആധാരം എന്താണ്? പവിത്രതയുടെ വ്രതം പ്രതിജ്ഞയുടെ രൂപത്തിൽ ധാരണ ചെയ്യുക. किसी भी प्रकार के दृढ़ संकल्प रूपी व्रत लेना, ഏതെങ്കിലും പ്രകാരത്തില് ദൃഢസങ്കല്പമാകുന്ന വ്രതം എടുക്കണം. അപ്പനി വൃത്തിക്കോ പരിവർത്തനം കരണം. ആ ദൃഢസങ്കല്പമാകുന്ന വ്രതം എടുത്തുകൊണ്ട് തന്റെ മനോഭാവത്തെ പരിവർത്തനം ചെയ്യണം. ദൃഢവ്രത് വൃത്തിക്കോ ബദൽ ദേത്താ ഹൈ, ദൃഢമായിട്ടുള്ള വ്രതം നമ്മുടെ മനോവൃത്തിയെ പരിവർത്തനം ചെയ്യും. വ്രത കാ അർത്ഥ ഹൈ मन में संकल्प लेना, स्थूल रीति से परहेज करना. അല്ലെ, വ്രതത്തിന്റെ അർത്ഥം എന്താണ്? മനസ്സിൽ ദൃഢസങ്കല്പം എടുക്കുക, സ്ഥൂല രൂപത്തിൽ അല്ലെ ആ വ്രതം പാലിക്കുക, പഥ്യം പാലിക്കുക. ആപ്പ് സബ്നെ പവിത്രത കാ വ്രത ലിയ, നമ്മൾ കുട്ടികൾ പവിത്രതയുടെ വ്രതമാണ് എടുത്തിരിക്കുന്നത്. വൃത്തി ശ്രേഷ്ഠബനായി അല്ലെ, പവിത്രതയുടെ വ്രതം എടുത്തിട്ട് നമ്മുടെ മനോവൃത്തിയെ നമ്മൾ ശ്രേഷ്ഠമാക്കി മാറ്റി. സർവ ആത്മാവോ കെ പ്രതി आत्मा बाई बाई की वृत्ति बनने से ही महान आत्मा बन गई. അല്ലെ, അങ്ങനെ സർവ ആത്മാക്കളെയും പ്രതി ആത്മാ ബായി ബായി എന്നുള്ള മനോവൃത്തിയിലൂടെ അല്ലെ, അങ്ങനെയുള്ള ആത്മാ ബായി. ഇപ്പൊ നമ്മള് സർവാത്മാക്കളെയും പ്രതി നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ആത്മാ ബായി ബായി എന്നുള്ള മനോവൃത്തി. ആ മനോവൃത്തി നമ്മളിൽ കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ ആരായി തീരാണ്? മഹാൻ ആത്മാവായി മാറുകയും. स्लोगन अपने पवित्र श्रेष्ठ वाइब्रेशन की चमक विश्व में फैलाना ही रियल डायमंड बनना है. തന്റെ പവിത്രമായ ശ്രേഷ്ഠ വൈബ്രേഷൻ അല്ലെ, പവിത്രമായ ശ്രേഷ്ഠ വൈബ്രേഷന്റെ തിളക്കം വിശ്വത്തിൽ വ്യാപിപ്പിക്കുകയാണ് റിയൽ ഡയമണ്ട് ആകുക. അപ്പൊ തന്റെ പവിത്രമായ ശ്രേഷ്ഠ വൈബ്രേഷന്റെ തിളക്കം വിശ്വത്തിൽ പരത്തുകയാണ് യഥാർത്ഥ ഡയമണ്ട് ആകുക.